So forced vibrations adile with damping and damping factor or damping ratio, that is epsilon, adukku namakku ariyam. Damping factor or damping ratio involved is damping coefficient divided by its critical value, Cc. And നമ്മുടെ കേസിൽ ഇപ്പോൾ അണ്ടർ ഡാംപ്ഡ് സിസ്റ്റംസ്, ദാറ്റ് മീൻസ് എപ്സിലോൺ ഈസ് ലെസ് ദാൻ 1. ഇപ്പോൾ എപ്സിലോൺ ലെസ് ദാൻ 1, ദാറ്റ് ഈസ് അണ്ടർ ഡാംപ്ഡ്, ആൻഡ് such a system will only vibrate or oscillate. So അണ്ടർ ഡാംപ്ഡ് ആണ് ഈ കേസിൽ, എപ്സിലോൺ ലെസ് ദാൻ 1, അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. പിന്നെ ഒമേഗ എൻ എപ്പോഴും കേൾക്കുന്ന ഇക്വേഷൻ, നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ഫ്രീ അൺഡാംപ്ഡ് വൈബ്രേഷൻസ്. എന്താ? ഒമേഗ എൻ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കെ ബൈ എം. കെ ഈസ് ദ സ്റ്റിഫ്നെസ് ഓഫ് ദ സ്പ്രിംഗ് ഓർ ഇലാസ്റ്റിക് മെമ്പർ ഇൻവോൾവ്. കെ എന്തിലാ മെഷർ ചെയ്യുന്ന? ന്യൂട്ടൺ പെർ മീറ്റർ എന്നൊക്കെ ഉള്ള അറിയാം. അപ്പോൾ ഇതിലിപ്പോൾ കെ, ഇതിൽ നിന്ന് കെ കണ്ടുപിടിക്കണമെങ്കിൽ സ്ക്വയർ ചെയ്താൽ ഒമേഗ എൻ സ്ക്വയർ ഇസ് ഈക്വൽ ടു കെ ബൈ എം എന്ന് വരും. അപ്പോൾ കെ ആണ് വേണ്ടതെങ്കിൽ, സോ ദാറ്റ് വിൽ ബിക്കം എം ഒമേഗ എൻ സ്ക്വയർ എന്നുള്ളതും പറയാം. സോ സ്റ്റിഫ്നെസ്, so spring stiffness or stiffness of the elastic member concerned, and K is in SI unit. It must be in Newton per meter. Circular frequency or natural frequency of free undamped vibrations, and that is in radian per second. The mass is in kilograms. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കേസുകളാണ്, ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചത്. നമുക്കിപ്പോൾ വീണ്ടും ഇത് നമുക്ക് ആവശ്യമായിട്ട് വരും. പിന്നെ മറ്റുള്ള ആസ്പെക്ട് എന്ന് പറയുമ്പം ബേസിക്കലി ഇപ്പോൾ ഫോഴ്സ്ഡ് വൈബ്രേഷൻ നമുക്ക് ഐദർ ദർ ക്യാൻ ബി മോഷൻ റെസ്പോൺസ് ഓർ ഫോഴ്സ് റെസ്പോൺസ്. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു മെഷീൻ, സേ എ മോട്ടർ or a turbine or a compressor. So this has to be installed. Okay, അപ്പോൾ ഇതിൽ നമ്മൾ പറയുന്നത് ഇതിൽ റൊട്ടേറ്റിംഗ് കമ്പോണൻറ്റ് ഉണ്ട്. അപ്പം അതിൻ്റെ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യും. സോ അങ്ങനെ വരുന്ന അൺബാലൻസ്ഡ് ഫോഴ്സസ്, അപ്പോൾ അത് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. അപ്പോൾ റൊട്ടേറ്റിംഗ് ഇംബാലൻസ് ഓർ അൺബാലൻസ്ഡ് ഫോഴ്സസ് അങ്ങനെയാണെങ്കിൽ അത് കൊണ്ടുണ്ടാക്കുന്ന പ്രോബ്ലംസ് ഒക്കെ നമുക്ക് പറയാം. അപ്പോൾ അതിനു മുമ്പായിട്ട് ആദ്യം ഞാനിത് suppose this is a machine. So it may be a motor, compressor, turbine, etc. And ഇതിനെ നമുക്കിപ്പോൾ ഇതിൻ്റെ വൈബ്രേഷനെ, ഫൗണ്ടേഷനിലേക്ക് പോകുന്ന വൈബ്രേഷനെ നമുക്കൊന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഫോഴ്സിനെ, ആ വൈബ്രേഷൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറയ്ക്കണം. വൈബ്രേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഫോഴ്സിനെ, വൈബ്രേഷൻ കാരണം ട്രാൻസ്മിറ്റഡ് ആകുന്ന ഫോഴ്സിനെ നമുക്ക് മിനിമൈസ് ചെയ്യണം. സോ എഫ് ട്രാൻസ്മിറ്റഡ് എന്നുള്ളത്. അപ്പം വി യൂസ് സം കൈൻഡ് ഓഫ് vibration isolation, so in the form of springs, in the form of dampers, other materials ഒക്കെ ഉണ്ടാവും. സോ ടിപ്പിക്കലി നമുക്ക് ഒരു വൈബ്രേഷൻ ഐസൊലേഷൻ യൂണിറ്റ് അതാണ് നമ്മളിപ്പം ഇത് കാണിക്കുന്നത്. ആൻഡ് ഹിയർ വി ഹാവ് സ്പ്രിംഗ് സ്റ്റിഫ്നെസ് K. There can be number of springs also. Maybe we are using, instead of 1 we may use 4 springs parallelly. Total stiffness will become, parallel stiffnesses ആണെങ്കിൽ all the stiffnesses will be added up. പാരലൽ ആയിട്ടാണ് 4 സ്പ്രിംഗ് യൂസ് ചെയ്യുന്നതെങ്കിൽ ടോട്ടൽ ഇക്വലന്റ് സ്റ്റിഫ്നെസ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു say K1 plus K2 plus K3 plus K4 if K1, K2, K3, K4 are the stiffnesses of individual springs. Okay, and this is the damper unit, viscous damping essentially, that is the mechanical kind of damping. And then this is the base or the foundation. നമ്മളെ എഫർട്ട് എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ ഈ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത് ഇത് ഫൗണ്ടേഷൻ ആണെന്ന് വിചാരിക്കുക. ഇതിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഫോഴ്സിനെ, ഇവിടെ ഇപ്പോൾ ഫോഴ്സ് ഇതിനെ ഇങ്ങനെ കാണിക്കുന്നു. ഇപ്പം ഞാൻ കാണിക്കുന്നത് സപ്പോസ് എ ഫോഴ്സ് ഈസ് ആക്ടിങ് ഓൺ ഇറ്റ്, അൺബാലൻസ് ഫോഴ്സിനെയാണ് നമ്മൾ ഈ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് എഫ്, ആൻഡ് സേ ദാറ്റ് ഈസ് എ ഹാർമോണിക് ഫോഴ്സ് F0 sin omega t, that is also periodic one, and the maximum value or maximum amplitude of the force is F0 maximum value. And then say this is the displacement x, is a function of time. Instantaneous ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ്, dynamic displacement, എങ്ങനെയായിരിക്കും നമ്മളൊരു that keyword, and amplitude. So displacement will be, let me write that first, and that this is amplitude, let it be capital X. Okay, capital X കൊടുക്കാം. Then dynamic displacement, that is x, and x is equal to, നമുക്ക് ഞാൻ പറഞ്ഞു 2 പാർട്ട് ഉണ്ട്. ഡാമ്പിംഗ് ഇഫക്റ്റ് വരുന്ന അണ്ടർ ഡാംപ്ഡ് ഫ്രീ വൈബ്രേഷൻസ്, അപ്പോൾ അതിൻ്റെ ഡി കെ ഒക്കെ ഉള്ളത്, ഡി കെ ഇൻ ദ സെൻസ് ആംപ്ലിറ്റ്യൂഡ് റിഡക്ഷൻ വരുന്ന ഒരു പാർട്ടും, പിന്നെ അതിനെയാണ് നമ്മൾ ട്രാൻസിയന്റ് എന്ന് വിളിക്കുന്നത്. ട്രാൻസിയന്റ് അത് ഈ തുടക്കത്തിലേ ഉണ്ടാവുള്ളൂ, കുറെ കഴിയുമ്പം ഡാമ്പിംഗ് ഇഫക്റ്റ് കാരണം അങ്ങനെയുള്ള വൈബ്രേഷൻസ് ദാറ്റ് വിൽ സബ്സൈഡ്, അതങ്ങ് സ്റ്റോപ്പ് ആയിക്കൊണ്ടേയിരിക്കും. പക്ഷേ നമുക്ക് എപ്പോഴും ആസ് ലോങ് ആസ് ദ മെഷീൻ ഈസ് ഇൻ ഓപ്പറേഷൻ ദിസ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ പാർട്ട് വിൽ ബി ദെയർ. സോ അതിന് നമുക്ക് XP എന്ന് എടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഹിയർ ദ സൊല്യൂഷൻ ഇൻ ദ കേസ് ഓഫ് ഫോഴ്സ്ഡ് വൈബ്രേഷൻസ്
വിത്ത് ഡാമ്പിംഗ് ദ സൊല്യൂഷൻ കൺസിസ്റ്റ് ഓഫ് 2 parts. ഏതൊക്കെയാ? ഈ ട്രാൻസിയന്റ് പാർട്ടും പിന്നെ അതുപോലെ സ്റ്റഡി സ്റ്റേറ്റ് വൈബ്രേഷൻ പാർട്ടും. അപ്പോൾ ട്രാൻസിയന്റ് എന്ന് പറഞ്ഞാൽ എക്സി, കോംപ്ലിമെന്ററി ഫംഗ്ഷൻ, ആൻഡ് ദി അതർ വൺ ഈസ് കോൾഡ് പെർട്ടിക്കുലർ ഇന്റഗ്രൽ. സോ സൈൻ, കാരണം ഈ പാർട്ട് പിന്നീട് നമ്മൾ അത് കണ്ടിന്യൂ ചെയ്യില്ല. സോ സൈൻ ഒമേഗ ഡി എന്ന് പറഞ്ഞാൽ ഡാമ്പിങ്ങിന്റെ ഫ്രീക്വൻസി in radian per second, then omega dt plus say phase difference. പക്ഷെ അതിപ്പോൾ phi1, മറ്റേതിലൊരു ബേസിക് ഫേസ് ഡിഫറൻസ് ഉണ്ട്. ഈ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ഒരു ഫേസ് ലാഗ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ നമ്മൾ ഫൈ എന്ന് ഉപയോഗിക്കുന്നതുകൊണ്ട് ഇവിടെ നമ്മൾ phi1 എന്ന് ഉപയോഗിക്കും. ഇതാണ് എക്സ് സി എന്നുള്ളത്. പക്ഷേ വി ആർ മോർ കൺസേൺഡ് വിത്ത് എക്സ് പി. നമുക്ക് വേണ്ടത് എക്സ് പി ആണ് വേണ്ടത്. എക്സ് പി എന്നുള്ളത് ദാറ്റ് ഈസ് ക്യാപിറ്റൽ എക്സ്, ദെൻ സൈൻ, ദെൻ അതിന്റെ ഫ്രീക്വൻസി ഒമേഗയാണ്, ഫോഴ്സിന്റെ ഫ്രീക്വൻസി തന്നെ ഒമേഗ, then omega t, then ഒരു phase difference between that force and the displacement. The force is angle phi ahead, മുമ്പിലാണ്. അപ്പോൾ omega t എന്നുള്ളത്, സോ നമ്മൾ എടുക്കുന്നത് ഡിസ്പ്ലേസ്മെന്റ് പുറകിലാണെന്നുള്ളത് വെച്ച് പറയാനായിട്ട്. സോ omega t minus phi. xc എന്ന് പറഞ്ഞാൽ ഓവർ ദ പീരീഡ് ഓഫ് ടൈം ഈ xc എന്നുള്ളത് ഇല്ലാതാവുന്നു. അപ്പോൾ xp ആണ് സ്റ്റഡി സ്റ്റേറ്റ് ആയിട്ട് അവസാനം നിൽക്കുന്നത്. xcയുടെ ഇതൊന്ന് ഓർത്തിരിക്കണം. വി കോൾ ഇറ്റ് കോംപ്ലിമെന്ററി സൊല്യൂഷൻ പാർട്ട് അല്ലെങ്കിൽ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ, ആൻഡ് ദാറ്റ് റെപ്രസെന്റ്സ് ട്രാൻസിയന്റ് വൈബ്രേഷൻസ്, അൺസ്റ്റഡി വൈബ്രേഷൻസ്. അത് കുറെ കഴിയുമ്പം ഡാമ്പിംഗ് കാരണം അതങ്ങ് നിലയ്ക്കും. മറ്റേത് എക്സ് പി ആണ്, പർട്ടിക്കുലർ സൊല്യൂഷൻ ഓർ പർട്ടിക്കുലർ ഇന്റഗ്രൽ, ആൻഡ് ദാറ്റ് റെപ്രസെന്റ്സ് സ്റ്റഡി സ്റ്റേറ്റ് വൈബ്രേഷൻ. വെൻ ട്രാൻസിയന്റ് vibrations die out due to what? Due to damping. X amplitude, അതിനാണ് നമ്മൾ എക്സ്പ്രഷൻ എഴുതിയത്. That is f0 divided by k. If you refer back, നമുക്ക് മനസ്സിലാവും. So that divided by square root of, ഈ ബ്രാക്കറ്റിലുള്ള ടേം ഒക്കെ നമുക്ക് നല്ലപോലെ പരിചയം ഉണ്ടാവണം പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പം. സ്ക്വയർ റൂട്ട് ഓഫ് നമ്മളത് എഴുതിയത് എങ്ങനെയായിരുന്നു? 1 മൈനസ് ഈ ആംപ്ലിറ്റ്യൂഡ് റേഷ്യോ ഉണ്ട്. ഇത് യു കൻ റൈറ്റ് ഒമേഗ ബൈ ഒമേഗ എൻ, അല്ലെങ്കിൽ 6 എന്ന് എഴുതാം. ഞാനിപ്പോൾ 6 എന്ന് എഴുതുകയാണ്. അപ്പൊ പിന്നെ റേഡിയസിന് 6 എന്ന് എഴുതാൻ പറ്റില്ല കേട്ടോ. ദിസ് 6 എന്ന് പറയുന്നത് നൗ വി റിസർവ് ഇറ്റ് ഫോർ r is equal to ആംപ്ലിറ്റ്യൂഡ് റേഷ്യോ. r is equal to omega by forcing frequency and then by omega n. See, this is important. So r is equal to omega by omega n. Okay. So നമ്മുടെ frequency ratio, not amplitude ratio, frequency ratio. So it is 1 minus r square whole square. Okay, this part will be there, plus 2 epsilon r, either epsilon or theta represent in the damping ratio. So 2 epsilon r then square, അതിന്റെ സ്ക്വയർ. ഈ ഇക്വേഷൻ ഒന്ന് ഓർത്തിരിക്കണം. അതിൽ f0 by k, f0 എന്താണെന്ന് അറിയാലോ, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആ ഫോഴ്സിന്റെ, ദ ഫോഴ്സ് വിച്ച് ഈസ് കോസിംഗ് ദ വൈബ്രേഷൻ, അതാണല്ലോ എക്സ്റ്റേണൽ ഫോഴ്സ് ത്രൂ ഔട്ട് ദ വൈബ്രേഷൻ, എക്സ്റ്റേണൽ ഫോഴ്സ് വിച്ച് ഈസ് ഹാവിംഗ് എ ഹാർമോണിക് നേച്ചർ ദാറ്റ് കണ്ടിന്യൂസ് ടു ആക്ട്. അതിന്റെ മാക്സിമം വാല്യൂ ആണ് f0 ഡിവൈഡഡ് ബൈ k. അത് സ്റ്റിഫ്നെസ് ഓഫ് ദ സിസ്റ്റം, I mean elastic member in the system. So this is also called zero frequency deflection എന്നുള്ള പേര് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ മേളിലോട്ട് ഇതിനെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ f0, ഈ x എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ x എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതാണല്ലോ, x is equal to എന്തെന്നാ എഴുതിയ xp എന്നുള്ളത് ഇതാണല്ലോ, ക്യാപിറ്റൽ x sin omega t minus phi. അതുകൂടെ എഴുതിയ ഈ ഫുൾ സൊല്യൂഷൻ ആവും. അപ്പോൾ നമ്മളോട് ഫുൾ സൊല്യൂഷൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് x എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു xp when transient vibrations die out, and that is equal to then what you write, x f0 by k, അതിനെയാണ് എന്താ സീറോ ഫ്രീക്വൻസി ഡിഫ്ലക്ഷൻ ഇൻറ്റു ദെൻ അതിൻ്റെ കൂടെ സൈൻ. ഇതിപ്പോൾ ഇപ്പോഴും ക്യാപിറ്റൽ എക്സ് എന്നുള്ള x0 എന്നുള്ളത് ഉള്ള ലെവലായിട്ടുണ്ട്. ക്യാപിറ്റൽ എക്സിന് വേണ്ട ഇക്വേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ f0 by k ഇൻറ്റു ദെൻ ബാക്കിയുള്ള പാർട്ട് നോക്കിയാൽ മതി, സൈൻ ഒമേഗ ടി മൈനസ് ഫൈ, തീർന്നില്ല, ദെൻ ഡിവൈഡഡ് ബൈ ദെൻ സ്ക്വയർ റൂട്ട് ഓഫ് ദിസ് വൺ. അതായത് താഴെ എഴുതിയ ക്യാപിറ്റൽ എക്സിൻ്റെ കൂടെ ന്യൂമറേറ്ററിൽ ഒരു സൈൻ ഒമേഗ ടി മൈനസ് ഫൈവ് കൂടെ വന്നേ ഉള്ളൂ. സോ ഇറ്റ് ഈസ് 1 മൈനസ് ആർ സ്ക്വയർ ഹോൾ സ്ക്വയർ. ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ്. ഞാൻ ഈ പറയുന്നത് ഒന്നുകൂടെ ഒന്ന് പരിചയമാവാൻ വേണ്ടിയാണ് ഈ റിലേഷൻസ് ഒക്കെ, കാരണം ത്രൂ ഔട്ട് വി ഹാവ് ടു യൂസ് ഇറ്റ്. സീറോ ഫ്രീക്വൻസി ഡിഫ്ലക്ഷൻ x0 എന്ന് പറയുന്നത് f0 ഡിവൈഡഡ് ബൈ k. ഇതിനെയാണ് ശരിക്കും മാഗ്നിഫിക്കേഷൻ ഫാക്ടർ എന്ന് വിളിക്കുന്നത്. സോ വി കോൾ ഇറ്റ് mf. സോ എ മാഗ്നിഫിക്കേഷൻ ഫാക്ടർ x by x0, ആൻഡ് ഇൻ ദാറ്റ് കേസ് എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ 1 by റൂട്ട് ഓഫ് ഡിനോമിനേറ്ററിലുള്ളത് കംപ്ലീറ്റ്. അതായത് 1 മൈനസ് ആർ സ്ക്വയർ ഹോൾ സ്ക്വയർ പ്ലസ് 2 എപ്സിലോൺ ആർ ഹോൾ സ്ക്വയർ. അപ്പം ഇങ്ങനൊരു ടേം മാഗ്നിഫിക്കേഷൻ ഫാക്ടർ.
എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ x0 എന്നുള്ളത് ഓർത്തിരിക്കണം. ഈ ക്യാപിറ്റൽ X ഇന്റർചേഞ്ചബിളി ഞാൻ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. സോ ഇത് കാണുമ്പോൾ മനസ്സിലാവണം x0 is equal to f0/k, സീറോ ഫ്രീക്വൻസി ഡിഫ്ലക്ഷൻ. മാഗ്നിഫിക്കേഷൻ ഫാക്ടർ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് ദ റേഷ്യോ ഓഫ് x and x0. ആൻഡ് വാട്ട് ഈസ് x? x ഈസ് ദിസ് വൺ, ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ്ഡ് വൈബ്രേഷൻസ്. ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ്ഡ് വൈബ്രേഷൻസ് ഡിവൈഡഡ് ബൈ ഇതാണ് ചെയ്യുന്നത് x0. x0 ഈസ് സീറോ ഫ്രീക്വൻസി ഡിഫ്ലക്ഷൻ ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ f0/k. ദെൻ ബാക്കിയുള്ളത് R എന്ന് പറയുന്നത് ഫ്രീക്വൻസി റേഷ്യോ ω/ωn. And then epsilon is damping factor or damping ratio, that is C/cc, where C is the damping coefficient in the system and cc എന്ന് പറയുന്നത് critical damping coefficient എന്നൊക്കെ നമുക്കറിയാം. ഓക്കെ, ആൻഡ് അതിന്റെ കൂടെ നമുക്കറിയാവുന്ന ക്രിട്ടിക്കൽ ഡാമ്പിംഗ് കോയിഫിഷ്യന്റിന്റെ ആ വാല്യൂ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. cc is equal to എന്താണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് cc is equal to എന്തായിരിക്കും ആ ഫോം കിട്ടേണ്ടത്, 2m⍵n എന്ന് നമുക്ക് യൂസ് ചെയ്യാം cc എന്നുള്ളത്. ആൻഡ് ദെൻ അത് മാത്രമല്ല, ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 2√km. ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ ആവശ്യമുള്ളപ്പോൾ ഇതൊക്കെ എടുത്തങ്ങ് ഉപയോഗിച്ചേക്കണം. ആൻഡ് ദിസ് ഈസ് ഫ്രം അവർ റീസെന്റ് എക്സാം. അപ്പൊ ഇത് നമ്മുടെ ഒരു എക്സാമിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയത്, നമ്മുടെ KTUവിന്റെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആയത്. ഇത് നമുക്ക് ഒന്ന് സോൾവ് ചെയ്യാൻ നോക്കാം. ഞാനിപ്പോൾ ഇതെടുത്ത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഒരു മോട്ടർ, ഈ ഒരു ഡയഗ്രാം, ദിസ് ഈസ് ആപ്റ്റ് വൺ, ഇതിനു വേണ്ടിയാണ് this one. So you have a machine mounted on an isolation unit, vibration isolation unit, okay, so that minimum force must be transmitted to the foundation. നമുക്കുള്ളൊരു ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മെഷീനാണ് നമ്മളിപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ റൊട്ടേറ്റിംഗ് കമ്പോണന്റ് ഉണ്ട്, അവിടെ അതിനൊരു റൊട്ടേറ്റിംഗ് അൺബാലൻസ് ഉണ്ട്. സോ ഫോർ എക്സാമ്പിൾ അതിനൊരു എക്സെൻട്രിസിറ്റി ഞാനിപ്പോൾ കാണിക്കുന്നു. ശരിക്കും സെൻട്രൽ തന്നെയാണ് വരുന്നത്, കറങ്ങുന്ന ഭാഗത്തിന്റെ, അതായത് നമ്മുടെ റൊട്ടേറ്റിംഗ് ആർമേച്ചർ, നമ്മൾ റോട്ടർ ഓഫ് ദ ഇലക്ട്രിക് മോട്ടർ. അപ്പൊ അതിന്റെ മാസ് കറക്റ്റ് ജിയോമെട്രിക് സെന്റർ ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ തന്നെ വരികയാണെങ്കിൽ, ഇവിടെ തന്നെ വരികയാണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല. ഇപ്പൊ ഇത് ഇത്ര റേഡിയസിലോട്ട് മാറി എന്നാണ് ഞാനിപ്പം നമ്മളിവിടെ കാണിക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പൊ ഞാനിവിടെ കാണിക്കാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് ദിസ് ഈസ് എ സെന്റർ. അപ്പൊ ഇവിടെ ആയിരിക്കേണ്ടതാണ് വേണ്ടത്, പക്ഷേ ഇവിടെ ഇപ്പം മാസ് ഇവിടെ ആയിപ്പോയി. ഇവിടെ റൊട്ടേറ്റിംഗ് അൺബാലൻസ് ഇവിടെ വന്നു ഈ റോട്ടറിൽ. ഇപ്പൊ റോട്ടറിൽ ഒരു റൊട്ടേറ്റിംഗ് അൺബാലൻസ് വന്നു, സ്മോൾ മാസ് മേ ബി. അപ്പൊ അത് കാരണമാണ് ഈ പ്രശ്നം, അൺബാലൻസ്ഡ് ഫോഴ്സ് ഉണ്ടാകുന്നത്, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. അപ്പൊ അത് ദാറ്റ് മാസ് ഈസ് m. അപ്പൊ അതാ ഞാൻ അത് റൈസ് ചെയ്തത്. ആൻഡ് ഇത് വെൻ ദ റോട്ടർ റൊട്ടേറ്റ്സ് വിത്ത് സേ ആംഗുലർ വെലോസിറ്റി സേ ω, അപ്പൊ അത് തന്നെയായിരിക്കും ഇവിടുത്തെ അവസാനം ഫോഴ്സിംഗ് ഫ്രീക്വൻസി ആയിട്ട് വരുന്നത്. സോ ദാറ്റ് m ആൻഡ് ദിസ് ഈസ് ω എന്നുള്ളത് നമ്മൾ പറഞ്ഞു, ω. ആൻഡ് ദിസ് എക്സെൻട്രിസിറ്റി ഞാനിപ്പോൾ R എന്ന് റെപ്രസെന്റ് ചെയ്യുന്നില്ല. കാരണം എന്താണെന്നറിയോ, R-നെ നമുക്ക് ആ ഫ്രീക്വൻസി റേഷ്യോ ആയിട്ട് റെപ്രസെന്റ് ചെയ്യണം. അതുകൊണ്ട് ഇതിനെ ഞാനിപ്പോൾ E ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത്, എക്സെൻട്രിസിറ്റി എന്ന് കാണിക്കാനാണ്. ആൻഡ് ദ സെന്റർ റൊട്ടേഷൻ ഈസ് O. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ റൊട്ടേറ്റിംഗ് മാസ് ഇൻ ദ റോട്ടർ ആൻഡ് ദാറ്റ് ഹാസ് ആൻ അൺബാലൻസ്ഡ് മാസ് ഓഫ് m ലൊക്കേറ്റഡ് അറ്റ് എ ഡിസ്റ്റൻസ് E ഫ്രം ദ സെന്റർ ഓഫ് റൊട്ടേഷൻ. അപ്പോൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ക്രിയേറ്റഡ് എന്താണ് നമുക്കറിയാലോ, mR⍵². ഇപ്പൊ R-ന് ഞാൻ E എന്ന് എഴുതുന്നേ ഉള്ളൂ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ അൺബാലൻസ്ഡ് ഫോഴ്സ് എന്താണെന്നൊന്ന് പറയണം. അൺബാലൻസ്ഡ് ഫോഴ്സ്, സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന് നമ്മൾ എങ്ങനെ എഴുതുന്നത്, ഇറ്റ് ഈസ് ആക്ടിങ്, ഓൾവേസ് ആക്ടിങ് ഇൻ ദ റേഡിയലി ഔട്ട്വേർഡ് ഡയറക്ഷൻ. ആൻഡ് വെൻ ഇറ്റ് റൊട്ടേറ്റ്സ്, വെൻ ω becomes more and more, this unbalanced force will be really severe and it attains higher and higher magnitude. So unbalanced force here എന്താണ്, ഈ m കാരണമാണ്. അത് മോട്ടറിന്റെ മാസ് അല്ല കേട്ടോ, ഈ റേഡിയസ് ഞാൻ എക്സെൻട്രിസിറ്റി എന്ന് കാണിക്കാൻ വേണ്ടി എടുത്തതാ. എക്സെൻട്രിസിറ്റി പിന്നെ ഈ വേർഡ് ആയിരിക്കും നല്ലത്, എക്സെൻട്രിസിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ എഴുതാൻ പോകുന്ന ഇക്വേഷനിൽ വേറൊരു R ഉണ്ട്, അതേതാണ്, സ്മോൾ r റെപ്രസെന്റിംഗ് ദി ഫ്രീക്വൻസി റേഷ്യോ ω/ωn. ഓക്കെ, സോ ദിസ് ഈസ് me then ω². സോ അൺബാലൻസ് ഫോഴ്സ് ഈസ് me ω² and this me that is actually given in the question. See the question, rotating unbalance of 10 kilograms centimeter എന്ന് എഴുതിയാൽ മതി. And നമുക്കറിയാം, it is arising out of this eccentric location of the center of gravity or center of mass of the rotating component. So amplitude of unbalanced force, അത് എന്താണത്, അത് എത്ര, me ω². ഇതാണ്. അപ്പൊ ആവശ്യം ഉണ്ടെങ്കിൽ ഇത് വർക്ക്ഔട്ട് ചെയ്യണം, that much Newton. ഓക്കെ, സോ അത് പ്രൈമറിലി നമുക്ക് അറിയേണ്ട ഒരു കാര്യമാണ് ഞാൻ ഇപ്പൊ ഈ പറഞ്ഞത്, F0 എന്നുള്ളത്. ഇനി സിസ്റ്റമിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പെട്ടെന്ന് ആഡ് ചെയ്യാം. സോ അൺബാലൻസ് ഫോഴ്സ് me ഇതാ തന്നിരിക്കുന്ന ഒരു പാർട്ട്. പിന്നെന്താ മറ്റെന്തുണ്ട്, ഈ മോട്ടറിന്റെ മാസിനെ ഞാനിപ്പോ m എന്ന് ക്യാപിറ്റൽ M ഇടാം, അതാ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചുകൊണ്ടിരുന്നത്. ദെൻ വി ഹാവ് സ്റ്റിഫ്നെസ്, നമ്പർ ഓഫ് സ്പ്രിങ്സ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കണം. ഇവിടെ ഇല്ല, വാട്ട് ഷുഡ് ബി ദ സ്റ്റിഫ്നെസ് എന്ന് ശരിക്കും സ്റ്റിഫ്നെസ് കണ്ടുപിടിക്കേണ്ടതാണ്. അപ്പോൾ ഒരു സ്പ്രിംഗ് ആയിട്ട് കാണിച്ചാൽ മതി. 2 സ്പ്രിംഗ് ആയിട്ട് കാണിക്കുകയാണെങ്കിൽ ഓരോന്നിനും k/2 എന്നൊക്കെ സിംബോളിക്കലി റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ബട്ട് ഹിയർ ലെറ്റ് മീ പ്രസന്റ് വൺ ഡാമ്പർ. പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലെങ്കിൽ ഇറ്റ് ഈസ് വിസ്കസ് ഡാമ്പിംഗ് ആണ് എന്ന് നമുക്ക് പറയാം. ഒരു ഡാമ്പിംഗ് ഫാക്ടർ ഒക്കെ തന്നിട്ടുണ്ട്. സോ വി അസ്യൂം ദാറ്റ് ഇറ്റ് ഈസ് വിസ്കസ് ഡാമ്പിംഗ്, ഓക്കെ, ഇൻ വിച്ച് ഡാമ്പിംഗ് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ വെലോസിറ്റി.
ഓക്കെ, സോ ഇതിപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഇത് നമ്മളെ ഫൗണ്ടേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്നുള്ള വിധത്തിൽ നമ്മൾ ഇങ്ങനെയാണ് ആ സിസ്റ്റം ഇപ്പം നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു സിസ്റ്റത്തെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, വൈബ്രേറ്റിംഗ് സിസ്റ്റം. സോ റൊട്ടേറ്റിംഗ് ആൻഡ് അതുകൊണ്ട് ഞാനൊന്ന് ഫിഗർ ഒന്ന് മോഡിഫൈ ചെയ്തതുകൊണ്ട് മാത്രം. ആൻഡ് ദിസ് ഈസ് ആക്ച്വലി ദ ഫൗണ്ടേഷൻ and found. What is our effort? Due to the vibration of the, because of the unbalanced force, the minimum force must be transmitted to the foundation. Okay, minimum force. See, out of the total unbalanced force, അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്താണ്? ME omega square. Okay, M into E പ്രോഡക്റ്റ് ആണ് ഇവിടെ തന്നത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. വെദർ ഇറ്റ് ഈസ് യൂസ്ഫുൾ ഓർ നോട്ട്, യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ആൻഡ് ദെൻ എന്ന് വെച്ചാൽ വാല്യൂ യൂസ്ഫുൾ ആണോ അല്ലയോ നമുക്കറിയില്ല, ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നൊക്കെ. സോ and say let me mark it like this. This is your what is it, amplitude x, okay, t എന്നൊക്കെ നമുക്ക് എഴുതാം. And then velocity, displacement, acceleration എന്നൊക്കെ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. And this is the stiffness of the spring K, and isolators in multiple springs കാണാം. Effective equivalent stiffness is K, that much Newton per meter. അത് കണ്ടുപിടിക്കണം. And this is the damping coefficient is C. ഇതൊക്കെ നമുക്കറിയാം, ഇതൊക്കെ ഒരുപാട് പരിചയപ്പെട്ടതാണ് ഓൾറെഡി. സോ നമ്മുടെ ഈ ഫോഴ്സ് ട്രാൻസ്മിറ്റഡ്, ഇവിടെ ഇപ്പോൾ ദർ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് റേഷ്യോ കോൾഡ് ട്രാൻസ്മിസിബിലിറ്റി. അത് ഇമ്പോർട്ടൻറ്റ് നമുക്കിപ്പോൾ അറിയണം. അതിലാണ് എല്ലാം ഇരിക്കുന്നത്. പിന്നെ കാൽക്കുലേറ്റേഴ്സ് ഒക്കെ ഒന്ന് എടുത്തേക്കണേ. സോ ട്രാൻസ്മിസിബിലിറ്റി റേഷ്യോ. ട്രാൻസ്മിസിബിലിറ്റി എങ്ങനെയാ വന്നത് സാറേ? നമ്മളുടെ ട്രാൻസ്മിസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇരിക്കുന്ന നമ്മുടെ എഫർട്ട് എന്താണെന്ന് അറിയോ? നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന ഈ മോട്ടർ, ഈ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, മോട്ടറിന്റെ റൊട്ടേറ്റിംഗ് പാർട്ട് കറങ്ങുമ്പോൾ, റോട്ടർ കറങ്ങുമ്പം അതിന്റെ റൊട്ടേറ്റിംഗ് അൺബാലൻസ് അവിടെ ഉണ്ട്. അത് കാരണം അത് ഇത്ര ഒരു ടോർക്കിന്റെ ഫോമിൽ MR ഇക്വലന്റ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. M ഇൻറ്റു, ഞാൻ R വരെ E എന്ന് എഴുതിയെന്നേ ഉള്ളൂ, അത് തന്നിട്ടുണ്ട്. അപ്പോൾ അൺബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറയുന്നത് M ഇൻറ്റു ദാറ്റ് റേഡിയസ്, എക്സെൻട്രിക് റേഡിയസ് ഇൻറ്റു ഒമേഗ സ്ക്വയർ എന്നാണ്. ഈ അൺബാലൻസ്ഡ് ഫോഴ്സ് അതിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ് ഈ F0, ME ഒമേഗ സ്ക്വയർ. അതർവൈസ് എത്രയാണത്? ME ഒമേഗ സ്ക്വയർഡ് സൈൻ ഒമേഗ ടി. ഒരു ഹാർമോണിക് ആയിട്ടുള്ള ഫോഴ്സ് ആണ്, അതിന്റെ മാക്സിമം വാല്യൂ ആണ് ഇത്. നമ്മൾ എന്തിനാണ് വൈബ്രേഷൻ ഐസൊലേഷൻ യൂണിറ്റ് ഇവിടെ ഉപയോഗിക്കുന്നത്? വൈബ്രേഷൻ ഐസൊലേഷൻ യൂണിറ്റ് ഉപയോഗിക്കുന്ന എന്തിനാ? നമ്മൾ ഇത് ജനറേറ്റ് ചെയ്യുന്ന വൈബ്രേഷൻ കാരണം ഉണ്ടാകുന്ന ഫോഴ്സിന്റെ ചെറിയൊരു ശതമാനം മാത്രമേ ഫൗണ്ടേഷനിലേക്ക് പോകാവൂ. ആൻഡ് അതെന്തിനാ? ദാറ്റ് ഈസ് ദ പർപ്പസ് ഓഫ് യൂസിങ് വൈബ്രേഷൻ ഐസൊലേറ്റർ. ഇപ്പൊ നമ്മൾ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ വൈബ്രേഷൻ ഐസൊലേഷൻ. അപ്പൊ നമ്മൾ പറയുന്നത്, സോ വെനെവർ വി ഹാവ് ടു മൗണ്ട് ഓർ ഓപ്പറേറ്റ് ഹെവി എക്യുപ്മെന്റ്സ്, because of their operation, large amount of unbalanced force will be created. So this unbalanced force that is created during the operation of the machinery should not be allowed to pass on, or should not be allowed to be transmitted to the base or the foundation of the unit. ഈ ഡാമ്പിംഗ് യൂണിറ്റ് വൈബ്രേഷനെ അബ്സോർബ് ചെയ്തെടുക്കണം. അപ്പോൾ മിനിമം ഫോഴ്സ് മാത്രമേ ഇതിലേക്ക് പോകാവൂ. നമ്മൾ വി ഡു നോട്ട് ക്ലെയിം ദാറ്റ് ദ ട്രാൻസ്മിസിബിലിറ്റി റേഷ്യോ ഇസ് 0. അങ്ങനെയാണെങ്കിൽ ദറ്റ് ഈസ് വെൽ ആൻഡ് ഗുഡ്. പക്ഷേ ഒരു ഫോഴ്സും ഇതിലേക്ക് ട്രാൻസ്മിറ്റഡ് ആകുന്നില്ല. ഒരു പെർഫെക്റ്റ് വൈബ്രേഷൻ ഐസൊലേഷൻ യൂണിറ്റ് ആണ് അത്. പക്ഷേ നമുക്ക് അങ്ങനെ പറ്റുന്നില്ല. നമ്മൾ എന്ത് ചെയ്യും? അല്ല 0.1% താഴെ നിർത്താനോ അല്ലെങ്കിൽ 0.15% താഴെ നിർത്താനോ ഒക്കെയാണ് നമ്മുടെ ശ്രമം. അതാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ ക്വസ്റ്റ്യനിൽ കണ്ടോ, വാട്ട് ഷുഡ് ബി ദ സ്റ്റിഫ്നെസ് ഓഫ് ദ ഐസൊലേറ്റേഴ്സ് ഇഫ് ദ ഫോഴ്സ് ട്രാൻസ്മിറ്റഡ് ടു ദ ഫൗണ്ടേഷൻ ഈസ് ടു ബി ലെസ് ദാൻ 10% ഓഫ് ദ അൺബാലൻസ്ഡ് ഫോഴ്സ്. സോ ഇവിടുത്തെ അൺബാലൻസ് ഫോഴ്സിന്റെ മാക്സിമം വാല്യൂ ആണ് ME ഒമേഗ സ്ക്വയർ. അപ്പൊ അതിന്റെ 10% താഴെ ഫൗണ്ടേഷനിലേക്ക് ട്രാൻസ്മിറ്റഡ് ആകണമെന്നുണ്ടെങ്കിൽ ഈ വൈബ്രേഷൻ ഐസൊലേഷൻ യൂണിറ്റിൽ ഉപയോഗിക്കുന്ന സ്പ്രിങ്ങിന്റെ സ്റ്റിഫ്നെസ് എത്ര ആയിരിക്കണം എന്നുള്ളതാണ് നമ്മളെ ചോദ്യം. ഇവിടുത്തെ റോട്ടർ കറങ്ങുന്ന സ്പീഡ് N is 1500 RPM. അപ്പോൾ ഒമേഗ എത്രയാ? ഒമേഗ is equal to 2 pi N by 60. So we know that omega is equal to 2 pi N by 60. And here the rotational speed of the rotor, so N is equal to 1500 RPM. So rotational speed of the rotor of the electric motor. So that is 1500. Omega you can find out that much radian per second. 1500 by 60. Okay, എടുക്കുമ്പോൾ 350 pi. Okay, 50 times pi into 3.1416. So 157 അല്ലേ? 7 എത്രയെന്നാ പറഞ്ഞേ? 157.079. That much radian per സെക്കൻഡ്, ദാറ്റ് ഈസ് ഒമേഗ. അപ്പോൾ ട്രാൻസ്മിസിബിലിറ്റി എന്നുള്ള പാർട്ട് ഞാൻ പറഞ്ഞു. ഇന്റൻഷൻ എന്തിനാ? വൈബ്രേഷൻ ഐസൊലേഷൻ യൂണിറ്റിന്റെ ഫംഗ്ഷൻ തന്നെ അതാണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. സോ TR എന്ന് പറയുന്നത് ഫോഴ്സ് ട്രാൻസ്മിറ്റഡ് FT ഡിവൈഡഡ് ബൈ ദ ഇംപ്രസ്ഡ് ഫോഴ്സ് F0. അപ്പൊ FT by F0 ആണ്. അപ്പൊ നമ്മളോട് ഒരു ക്വസ്റ്റൻ ഉണ്ട് കേട്ടോ, വാട്ട് ഈസ് ട്രാൻസ്മിസിബിലിറ്റി? ട്രാൻസ്മിസിബിലിറ്റി T സഫിക്സ് R ഒക്കെ ഇടാറുണ്ട്. ഞാനിപ്പോൾ TR എന്ന് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഒക്കെ പറഞ്ഞതേ ഉള്ളൂ. സോ ട്രാൻസ്മിസിബിലിറ്റി ആൻഡ് മാഗ്നിഫിക്കേഷൻ ഫാക്ടർ, അത് ഞാൻ നേരത്തെ പറഞ്ഞു, അത് ഇമ്പോർട്ടന്റ് ആണ്. X by X0 എന്നൊക്കെ പറഞ്ഞിരുന്നു. ക്യാപിറ്റൽ X by ക്യാപിറ്റൽ X സഫിക്സ് 0. ഇവിടെ ട്രാൻസ്മിസിബിലിറ്റി ഇസ് ഈക്വൽ ടു, ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ഫോഴ്സ് ട്രാൻസ്മിറ്റഡ് ടു ദ ഫൗണ്ടേഷൻ ടു
to the amplitude of the impressed force, and here means here it is unbalanced force, so the amplitude of the unbalanced force. So impressed force ന്റെ എത്ര ശതമാനമാണ് ഫൗണ്ടേഷനിലേക്ക് ട്രാൻസ്മിറ്റഡ് ആയത്, അപ്പോൾ FT ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ട്രാൻസ്മിസിബിലിറ്റി റേഷ്യോ ഇൻറ്റു F0. സോ ഹൗ ഡു വി ഫൈൻഡ് ഇറ്റ് ഔട്ട്? അപ്പോൾ അത് നമുക്ക് ഇക്വേഷൻ നമുക്ക് നന്നായിട്ട് അറിയാം. TR is equal to, so what is that expression? ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിറൈവ് ചെയ്തിരുന്നു. ഇൻഫാക്ട് നീറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. TR is equal to നമുക്ക് ഉള്ള എക്സ്പ്രഷൻ. So please do remember that aspect. What is that? 1 plus it's a very common one, and you should understand that when we considered spring stiffness and the damping force together, and the resultant of that adukku simplify edutadana. So 1 plus 2 epsilon r adinte square adu radical nullilunde, and divided by denominator il nerathe nammala full quantity varum, full nammale dynamic multiplier or magnification ratio ennu paranjappa paranja adhe saanam. So 1 minus r square adinte complete square venam, then plus 2 epsilon omega by omega n, or അല്ലെങ്കിൽ അതിനെയാണ് r എന്ന് വിളിക്കുന്നത്, അതിന്റെ സ്ക്വയർ വേണം. Okay, so this is it. Transmissibility, this is nothing but this is what? This is FT, force transmitted, divided by the total unbalanced force, resultant unbalanced force. So FT by F0, and ഇതാണ് നമ്മൾ ട്രാൻസ്മിസിബിലിറ്റി റേഷ്യോ എന്ന് വിളിക്കുന്നത്. അതൊന്ന് ഓർത്തിരിക്കണം. ആൻഡ് വേർ r is equal to, എടുത്ത് പറയാനുള്ള കാര്യം, r is equal to omega by omega n, and omega n നമുക്ക് അറിയാം, അതർ റിലേഷൻ, omega n is root of k by m എന്നൊക്കെ അറിയാം. ശരിക്കും അപ്പോൾ സ്പ്രിങ്ങിന്റെ സ്റ്റിഫ്നെസ് വേണമെങ്കിൽ ഈ നാച്ചുറൽ ഫ്രീക്വൻസി വരെ എത്തണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റാണ്. കാരണം omega n എന്നിലാണ് ഇത് കിടക്കുന്നത്, ഏതാ സ്റ്റിഫ്നെസ് വരുന്നത്. So root of k by m. Epsilon is equal to, so we have the value epsilon is equal to 0.2 damping factor, so that is available in the question. In transmissibility, okay, 10% of unbalanced force, that only should be transmitted maximum എന്നുള്ളത്, അല്ലെങ്കിൽ ട്രാൻസ്മിസിബിലിറ്റി റേഷ്യോ ഷുഡ് ബി മിനിമം 10% കൂടുതലാവരുതെന്നുള്ളത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ട്രാൻസ്മിസിബിലിറ്റി റേഷ്യോ ഷുഡ് ബി ലെസ് ദാൻ ഓർ അറ്റ് ദ മോസ്റ്റ് ഇറ്റ് ഈസ് 10% എന്നുള്ളതാണ്. അപ്പോൾ നമ്മളവിടെ ലിമിറ്റിംഗ് കേസ് വെച്ച് നമുക്ക് ചെയ്യാം. സോ ലിമിറ്റിംഗ് കേസ് എന്ന് പറയുന്നത് മാക്സിമം പെർമിറ്റഡ്. സോ ലിമിറ്റിംഗ് കേസ് മാക്സിമം ട്രാൻസ്മിസിബിലിറ്റി റേഷ്യോ ഓർ ലിമിറ്റിംഗ് കേസ് പെർമിറ്റഡ് ഈസ് TR max. സോ TR max എന്ന് പറയുമ്പോൾ അതിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. So that is 10%. So TR max, ഞാനിവിടെ TR permitted is equal to എന്ന് പറഞ്ഞ് ബാക്കിയുള്ള എല്ലാം എഴുതുകയാണ്. Square root of these values and all. So please mathematical calculations മാത്രമേ ഉള്ളൂ. 2 into epsilon is what is that, 0.2 into r we have to find out that much square. ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തേക്കണം ഈ നമ്പറുകളൊക്കെ. Square root of may not be a linear equation, square ഒക്കെ കിടക്കുന്നുണ്ട്. So 1 minus r square that we have to find out. Then square of that plus 2 into 0.2 into radius, sorry, amplitude ratio, radius alladu, r confusing. Okay, and this is equal to maximum value we are going to use 10%, that is 0.10. Okay, so that's it. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇനി എനിക്കിപ്പോൾ ഇതിനെ മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ റാഡിക്കൽ അങ്ങ് എടുത്ത് കളയാം. സോ സ്ക്വയറിങ് ഇറ്റ്, അപ്പോൾ ഇതിനെ ഒന്ന് സ്ക്വയറിങ് ഇറ്റ് നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, റാഡിക്കലൊക്കെ മാറി കിട്ടും. സോ ഇറ്റ് ഈസ് 1 plus 2 into 0.2 0.4 എന്ന് വരും. അതിന്റെ സ്ക്വയറും ഒക്കെ അങ്ങ് ചെയ്യുക. ഓക്കെ, എന്ത് പറ്റി പറഞ്ഞോ സർ? 10% ഓഫ് എന്തോ ഒരു സാധനം അല്ലായിരുന്നു, അപ്പോൾ അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? അയ്യോ, 10 FT by F0 മൊത്തത്തിൽ എടുത്തിരിക്കുക ഞാൻ. ഇതാ ട്രാൻസ്മിസിബിലിറ്റി റേഷ്യോ, ഇതിനെയാണ് ഇതാണ് തന്നിരിക്കുന്നത്. ഇൻഡിവിജ്വലി ഫോഴ്സ് വേണമെങ്കിൽ മാത്രം അതൊക്കെ മതി. 10% FT ഇവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇങ്ങനെ എടുത്തിരിക്കുന്നത്. FT is equal to, force to be transmitted, force transmitted maximum, FT maximum should be 10%. ഞാൻ എഴുതരാം, 10% of the unbalanced, the maximum. ഇതാണ് സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നത്. ഇതിനാണ് ഞാൻ അത് എഴുതിയത്. ദിസ് ഈസ് ഗിവൺ, ഇതാ തന്നിരിക്കുന്നത്, അല്ല ട്രാൻസ്മിസിബിലിറ്റി റേഷ്യോ തന്നല്ല. ഫോഴ്സ് ട്രാൻസ്മിറ്റഡ് ഈസ് ദിസ് വൺ. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? FT maximum that is equal to 10% എന്ന് പറഞ്ഞാൽ എത്ര? 0.1 ഓഫ് അൺബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ F max എന്നുള്ളത്. അപ്പോൾ ഈ FT ഡിവൈഡഡ് ബൈ F max എന്ന് പറയുന്നതിനെയാണ് നമ്മൾ F0 എന്നൊക്കെ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത്, ഇംപ്രസ്ഡ് ഫോഴ്സ്. അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്നുള്ളത് F0 എന്ന് എഴുതുന്നത് അതിനെയാണ് F max എന്ന് വിളിക്കുന്നത്. സോ F max ബൈ F0 എന്നല്ല, F max എന്ന് പറയുന്നതാണ് ഈ F0 എന്നുള്ളത്. സോ FT maximum, so FT by F0 is equal to maximum level നമുക്ക് ഈ കേസിൽ പെർമിറ്റഡ് 0.1 ആണ്. ആൻഡ് ദിസ് ഈസ് നത്തിങ് ബട്ട് ദിസ് ഈസ് ദ ട്രാൻസ്മിസിബിലിറ്റി റേഷ്യോ. ഇതിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഓക്കെ, തന്നിരിക്കുന്ന വെച്ച് തന്നെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് നമ്മളിപ്പോൾ. ഇനി 2 into എന്താണ് 0.2, അപ്പോൾ ഈ 2 into 0.2 എന്ന് പറയുമ്പോൾ 0.4 ആയി. ദെൻ 0.4ന്റെ സ്ക്വയർ 0.16, then r square.
So please correct me if I am wrong. Then ഞാനിപ്പോൾ സ്ക്വയർ കൊണ്ട് ചെയ്യുകയാണ്, അതിൻ്റെ കൂടെ സ്ക്വയറും കൂടെ ചെയ്യുന്നുണ്ട്. ആൻഡ് ദെൻ ഡിവൈഡഡ് ബൈ ഈ ഒരു പാർട്ട് റാഡിക്കൽ മാറി കിട്ടി, സ്ക്വയർ ചെയ്യുന്നു. അപ്പോൾ 1 മൈനസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ളത് എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ അപ്പോൾ r⁴, then plus the other part, like in the numerator, like what you got in the numerator, it is say this is 0.21, അപ്പോൾ 0.16 r square. അപ്പോൾ ഈ റാഡിക്കൽ മാറിയത് എങ്ങനെയാണ്? നമ്മൾ സ്ക്വയർ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഈ റൈറ്റ് ഹാൻഡ് സൈഡ് സ്ക്വയർ ചെയ്യാൻ മറക്കരുത്. ട്രാൻസ്മിസിബിലിറ്റിയുടെ സ്ക്വയർ വേണം. ഞാനിപ്പോൾ 2 കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒന്ന്, ആ റിലേഷൻ എക്സ്പാൻഡ് ചെയ്തു, അറ്റ് ദ സെയിം ടൈം ട്രാൻസ്മിസിബിലിറ്റി മുകളിലുള്ള ഇക്വേഷനെ സ്ക്വയർ ചെയ്തു. ഓക്കെ, അപ്പോൾ സ്ക്വയർ ചെയ്തു എന്ന് നോക്കണം. ആൻഡ് പ്ലീസ് വെരിഫൈ ദാറ്റ്. ഓക്കെ, നിങ്ങൾ അത് ചെയ്തേക്കണം. ദെൻ 1 പ്ലസ് 0.1, അപ്പോൾ ഇത് റൈറ്റ് ഹാൻഡ് സൈഡിലേക്കൊക്കെ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 1 പ്ലസ് 0.16 r square is equal to റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് ബാക്കിയുള്ള മൾട്ടിപ്ലൈ ആണെങ്കിൽ ദാറ്റ് വിൽ ബിക്കം 0.1 square, that is 0.01, and that multiplied by then 1 minus then -2 and plus 0.16 -2 plus 0.16 r square. അപ്പോൾ അതിനൊന്ന് കമ്പൈൻ ചെയ്താൽ ലൈക്ക് ടേംസ് ആണല്ലോ. അപ്പം 2 എന്നുള്ളത് 1.84, ഓക്കെ, 1.84 r square ആവും. ദെൻ പ്ലസ് r⁴ is there. Okay, anyway, this algebraic manipulation അല്ലാതെ അതിലൊന്നുമില്ല. സോ ഇവിടെ ഇപ്പോൾ 1 പ്ലസ് 0.16 r square, then that is equal to 0.01, then minus 0.01 into 1.84, രണ്ട് ഡെസിമൽ പ്ലേസ് മാറ്റിയിട്ടാൽ മതിയാകും. സോ ഇറ്റ് ഈസ് 0.0 or 100 കൊണ്ട് ത്രൂ ഔട്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ കുറേ കൂടെ നല്ലതായിരുന്നു. ഇത് ചെയ്യുന്നതിന് മുമ്പ് തന്നെ 100 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ 0.01 നിന്ന് അങ്ങ് രക്ഷപ്പെടാം. അപ്പോൾ അതായിരിക്കും എനിക്ക് തോന്നുന്നു കുറേ കൂടെ നല്ലത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈവൻ ബെറ്റർ ഐ തിങ്ക്. ഇപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം. അപ്പം ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ? ആൻഡ് ദിസ് ഞാനിപ്പോൾ ഒരു 100 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പുറത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഇതങ്ങ് മാറി കിട്ടുമല്ലോ, 100 into 0.01. അപ്പോൾ അത് ആ ഒരു ബ്രാക്കറ്റിലുള്ള ടേംസ് അതുപോലെ കിട്ടുന്നു. 1.84 r square plus r⁴. ഒരു സ്കൂൾ ലെവൽ മാത്തമാറ്റിക്സ് അല്ലാതെ വേറൊന്നുമില്ല. അപ്പം ഇവിടെ വരുന്നത് ദിസ് ഈസ് ആക്ച്വലി 100 plus 100, this will be 16 r square. Then this is equal to this will be 1 ആവുകയാണ്. അപ്പോൾ naturally you will get 1 minus 1.84 r square plus r⁴. You get an equation r⁴ minus നമുക്ക് 16 plus 1 17 minus 17.84 ചെക്ക് ചെയ്യണേ. നിങ്ങൾ ചെക്ക് ചെയ്തേക്കണം. -99 is equal to 0. ആൻഡ് ഈ ഇക്വേഷൻ അത്ര tedious അല്ല, ബിക്കോസ് ഇറ്റ്സ് എൻ ഇക്വേഷൻ റെഡ്യൂസിബിൾ ടു ക്വാഡ്രാറ്റിക്സ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ r⁴ ഉണ്ട്, r² ഉണ്ട്. സോ സപ്പോസ് യു പുട്ട് സേ സം എക്സ്, ഇവിടെ ഇപ്പോൾ എക്സ് ഒന്നും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ, വേറെ വല്ല ലെറ്റർ എന്തെങ്കിലും കൊടുക്കുക, സേ u എന്നുള്ളത് r² എന്ന് കൊടുക്കുകയാണെങ്കിൽ ദിസ് ഇക്വേഷൻ, ഓക്കെ, സോ ജസ്റ്റ് പുട്ട് ദിസ് u is equal to, so in order to reduce this to quadratic equation, u is equal to, so it will, I mean you will be getting u square minus this will become 17.84 u, then minus 99 is equal to 0. Now this is of the form namakariya ax square plus bx is equal to bx plus c is equal to 0, and your a is equal to 1, and b is equal to minus 17.84, and c is equal to minus 99, and then u is equal to, you have 2 roots. Just work out and you solve this quadratic equation and give me the value of x, or in this case variable is u. Okay, so this is it. So what you're going to get is u is equal to plus, I mean anyway this is only acceptable for us, so we are trying to find the square root of that. So r² is equal to u and r is equal to square root of u. So what is that value? Okay, it's starting from transmissibility ratio. Okay, anyway, we'll proceed and complete now. So r is equal to omega by omega n എന്ന് നമ്മൾ എഴുതുന്നത്. So then this is equal to, അപ്പോൾ ഇവിടുന്ന് നമുക്ക് കിട്ടേണ്ടത്, and r is equal to 4.7203, and omega we have the value already. Omega is നിങ്ങൾ already പറഞ്ഞു 157.079, 157.079. So please verify the calculations, that's a must. Then അപ്പോൾ ഇവിടുന്ന് omega n നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ അതാണ് വേണ്ടത്. സ്റ്റിഫ്നെസ് ഓഫ് ദ സ്പ്രിംഗ് ടു ബി യൂസ്ഡ് ഇൻ ദ വൈബ്രേഷൻ ഐസൊലേഷൻ സിസ്റ്റം ഫോർ എ മാക്സിമം ട്രാൻസ്മിസിബിലിറ്റി റേഷ്യോ ഓഫ് 10% എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. Okay, so omega by omega n is equal to 4.72 this one, and omega n is equal to omega divided by this 4.7203.
33.279. Okay, that much radian per second is your omega n. And this omega n നമുക്കറിയാം, നമുക്ക് വേണ്ടത് k ആണ്. So k is equal to, ഞാൻ ഇവിടെ എഴുതിയതുപോലെ, so ഇത് തന്നെയാണ് നമുക്ക് വേണ്ടത്. So we will be using omega n is root of k by m and k is equal to m omega square. പക്ഷേ ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. And this small m, ഞാൻ ഇവിടെ small m ആണ് എഴുതിയതെങ്കിലും, and here this m, നമ്മൾ small m എന്ന് ഞാൻ എഴുതിയത്, you have to make use of the mass of the machine, mass of the rotor, rotating unbalance അല്ല. നമുക്ക് ഇവിടെ വേണ്ടത്, see the mass of the system under consideration is m, this capital M, that's very important. അപ്പോൾ ഇവിടുത്തെ root of k by m, see, ഇപ്പോൾ ഞാൻ എഴുതേണ്ട കാര്യം, ഇവിടുത്തെ m എന്ന് പറയുന്നത് ഈ എക്സ്പ്രഷനിലെ small m എന്ന് പറയുന്നത്, you should put capital M. It's not the unbalanced mass. It is the mass of the vibrating system that essentially is the rotor. I mean, the complete electric motor, we should say. Okay. So square ചെയ്യുന്നു omega n square, right? Sorry. So m into omega n square ചെയ്യുന്നു, omega n square is k by m and k is equal to m omega. ഇതൊന്ന് വർക്കൗട്ട് ചെയ്താൽ മതി. So 100 kg ആണിത്. This is in kilograms. And then omega n square, omega n, നിങ്ങൾക്ക് കിട്ടിയ വാല്യൂ 33.279 and the square of that, so it will be a very big number, and it doesn't matter because it is in k, in Newton per meter. It's a small unit comparatively, practical sense ൽ കൂടുതൽ നമ്മൾ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ mm ഒക്കെ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. It is 110.749. So this value, that much Newton per watt, Newton per mm, if you want you can write like this. ശരിക്കും ടോപ്പ് ഇതായിരിക്കും നമുക്ക് വേണ്ടത്. നമുക്ക് കിലോ ന്യൂട്ടൺ അല്ലേ? അല്ല, ഞാൻ വേണ്ട രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഐദർ കിലോ ന്യൂട്ടൺ പെർ മീറ്ററിൽ എഴുതാം, അല്ലെങ്കിൽ ഞാൻ ന്യൂട്ടൺ പെർ mm എന്ന് എഴുതി. This is also same as kilo Newton per meter. Okay, so Newton per mm എന്ന് പറയുന്നത് തന്നെയാണ് കിലോ ന്യൂട്ടൺ. സോ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കണേ. കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് നമുക്ക് എഴുതാം, അല്ലെങ്കിൽ ഇനി കിലോ ന്യൂട്ടൺ പെർ mm എന്ന് ഇതാക്കുകയാണെന്നുണ്ടെങ്കിൽ 0.1107 എന്നേ വരുള്ളൂ. വീണ്ടും സ്റ്റിൽ അഗെയിൻ യു ഡിവൈഡ് ദിസ് ബൈ 1000 എന്നുള്ള ലെവലിൽ വരും, കിലോ ന്യൂട്ടൺ പെർ mm എന്ന് വരികയാണെങ്കിൽ. സോ ഇതാണ് നമ്മുടെ ഇപ്പോൾ ഉള്ള നമുക്ക് വേണ്ട എന്താണ് സ്റ്റിഫ്നെസ്. So stiffness of the isolator required so that the force transmitted to the foundation in this case is less than 10%. അപ്പോൾ ഇത് ഡൈനാമിക് ആംപ്ലിറ്റ്യൂഡ് വേണമെങ്കിൽ ഇതായിരിക്കണം ചെയ്യേണ്ടത്. ആൻഡ് അറ്റ് റെസൊണൻസ് കണ്ടീഷൻ, ഇത് ഇമ്പോർട്ടൻ്റാ. ഇനി അറ്റ് റെസൊണൻസ് കണ്ടീഷൻ എന്തായിരിക്കും എന്നൊക്കെ പലപ്പോഴും നമ്മളോട് ചോദിക്കാറുണ്ട്. അറ്റ് റെസൊണൻസ് കണ്ടീഷൻ, വാട്ട് ഈസ് ദാറ്റ് കണ്ടീഷൻ? What is the dynamic amplitude? So what is resonance condition? Resonance എന്ന് പറയുന്നത്, see, R is equal to omega by omega n. So ഇവിടെ ഫോഴ്സിംഗ് ഫ്രീക്വൻസി, അതായത് ഒമേഗ നാച്ചുറൽ ഫ്രീക്വൻസി ഈക്വൽ ആകുകയാണെങ്കിൽ പ്രാക്ടിക്കലി വളരെ വലിയ ആംപ്ലിറ്റ്യൂഡിൽ സിസ്റ്റം വൈബ്രേറ്റ് ചെയ്യും. സോ അറ്റ് റെസൊണൻസ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഒമേഗ ഇസ് ഈക്വൽ ടു ഒമേഗ എൻ. സോ ആർ ഇസ് ഈക്വൽ ടു എന്ത് വരും? ആർ ഇസ് ഈക്വൽ ടു ഒമേഗ ബൈ ഒമേഗ എൻ വിച്ച് ഇസ് ഈക്വൽ ടു 1. ഓക്കെ, സോ ഇങ്ങനെ ഒന്ന് ഓർത്തിരിക്കണം. സോ അറ്റ് റെസൊണൻസ് കണ്ടീഷൻ ആംപ്ലിറ്റ്യൂഡ് വളരെ ലാർജ് ആയിരിക്കും. ഡാമ്പിംഗ് ഇല്ലെങ്കിൽ പ്രത്യേകിച്ചും, ഡാമ്പിംഗ് ഉണ്ടെങ്കിൽ എത്ര, ഡാമ്പിംഗ് ഇല്ലെങ്കിൽ എന്താ, അതാണ് നമ്മളിപ്പോൾ പറയാൻ പോണേ. സോ അറ്റ് റെസൊണൻസ് കണ്ടീഷൻ വാട്ട് ഈസ് ദ ഡൈനാമിക് ആംപ്ലിറ്റ്യൂഡ്? അത് നമുക്ക് ഇപ്പോൾ എഴുതാം. വാട്ട് ഈസ് ദ ഡൈനാമിക് ആംപ്ലിറ്റ്യൂഡ്? ദ വാല്യൂ ഓഫ് എക്സ് അറ്റ് എന്തിലാണ്? റെസൊണൻസ്. എന്ത് മനസ്സിലായെന്ന് വെച്ചാൽ ആംപ്ലിറ്റ്യൂഡിന്റെ മാഗ്നിറ്റ്യൂഡ് കൂടും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ എന്ത് വരും? റിലേഷൻ എന്ത് വരും? f0 ഡിവൈഡഡ് ബൈ അപ്പൊ ഇത് f0/k എന്നുള്ളതിനെയാണ് നമ്മൾ എന്താണ് x0 എന്നൊക്കെ പറയുന്നതെന്നൊക്കെ ഒന്ന് ഓർത്തിരിക്കണേ. ഇതാ f0/k. ഓക്കെ, f0/k ഡിവൈഡഡ് ബൈ ഇത് ഈ പാർട്ട് റൂട്ട് ഓഫ് ആ 1 - r² പാർട്ടൊക്കെ അങ്ങ് ക്യാൻസൽ ചെയ്ത് പോവും. അപ്പൊ എന്താ നമുക്ക് ബാക്കി അവശേഷിക്കുന്ന 1 - r² ഭാഗം, r എന്ന് പറയുന്നത് എന്താ 1 എന്നുള്ളത്. സോ 1 - 1 ആ പാർട്ട് അങ്ങ് പോവും. സോ ദാറ്റ് വിൽ ബിക്കം 0 അല്ലേ. സോ 1 - 1 whole square, that part will be 0. That part will vanish, and the other part now. So plus 2 epsilon into r is 1 again. So 2 epsilon r square. So square root of ഈ ഒരു ആദ്യത്തെ പാർട്ട് 0, രണ്ടാമത്തെ പാർട്ട് 2 എപ്സിലോണിന്റെ സ്ക്വയർ ആണ്. സോ 4 epsilon square എന്ന് വരും. So x at resonance, dynamic amplitude of forced oscillations at resonance condition, that is when omega is equal to omega n or frequency ratio is 1, at that condition dynamic amplitude എന്ന് പറയുന്നത് എത്ര വരും? എത്ര ആംപ്ലിറ്റ്യൂഡിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്? f0/k ഡിവൈഡഡ് ബൈ ദിസ് ഈസ് പെർഫെക്റ്റ് സ്ക്വയർ. അപ്പോൾ 2 epsilon
നമുക്ക് എഴുതാൻ പറ്റും. സോ ദിസ് ഈസ് ദ കേസ്. ആൻഡ് അറ്റ് ദാറ്റ് ടൈം, ഇൻ ദിസ് കേസ് വെൻ അറ്റ് ദ റെസൊണൻസ് കണ്ടീഷൻ നമുക്ക് പറയാൻ പറ്റുന്നത് ഇൻ ദിസ് കേസ് എക്സ് ബൈ എക്സ് നോട്ട് മാഗ്നിഫിക്കേഷൻ ഫാക്ടർ അത് എത്ര വരും എന്ന് നമുക്ക് പറയാം. എക്സ് ബൈ എക്സ് നോട്ട്, കാരണം F0/K എന്നുള്ളതാണ് ഏതാണ് എക്സ് നോട്ട് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ്, അപ്പൊ ഈ ഒരു കേസിൽ അത് എന്ത് വരും, എക്സ് ബൈ എക്സ് നോട്ട് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ this will become 1/2 epsilon. This is also important. In some problem, നമ്മളോട് ചോദിക്കും what is the magnification factor at the resonance condition. So this is the magnification factor MF at resonance condition. നമുക്ക് ഈ MF ഇങ്ങനെ എഴുതണമെന്നില്ല. So it can have M suffix F also. Okay. So anyway, you represent it. That's all. So MF at resonance. അതൊന്ന് ഓർത്തിരിക്കണേ. ഇതൊക്കെ ചില പ്രോബ്ലംസിൽ ഇതൊക്കെ ഒന്ന് ഇമ്പോർട്ടൻ്റ് ആവും. ആൻഡ് വാട്ട് ഈസ് ദ ട്രാൻസ്മിസിബിലിറ്റി റേഷ്യോ എന്നൊക്കെ പറഞ്ഞാൽ റെസൊണൻസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവണം. ഓക്കെ, സോ വാട്ട് ഈസ് ഇപ്പോൾ ഇവിടെ വാട്ട് ഈസ് TR ദ വാല്യൂ ഓഫ് TR അറ്റ് റെസൊണൻസ്, അതും ചിലപ്പോൾ ചോദിക്കാം കേട്ടോ. വാട്ട് ഈസ് ദ ട്രാൻസ്മിസിബിലിറ്റി റേഷ്യോ അറ്റ് റെസൊണൻസ്? പ്ലീസ് ഒന്ന് മനസ്സിലാക്കണേ, ഞാൻ ഇടയ്ക്ക് ഇന്ററാക്ട് ചെയ്യുന്നില്ല, പക്ഷെ പറയണം. സോ അറ്റ് ട്രാൻസ്മിസിബിലിറ്റി റേഷ്യോ അറ്റ് റെസൊണൻസ്, ഓക്കെ, ദാറ്റ് ഈസ് വെൻ R is equal to 1. Okay, what will be that value? See, TR എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറയുന്നത്, എന്താണ് സ്ക്വയർ റൂട്ടോ. ഇപ്പൊ നമ്മൾ വാല്യൂവേറ്റ് ചെയ്തതേ ഉള്ളൂ. 1 + 2 epsilon R and that part square divided by denominator. ആ ഫുൾ തിങ് ഉണ്ട്, മുഴുവൻ കാര്യങ്ങളുണ്ട്. 1 മൈനസ് അതൊക്കെ ഇപ്പൊ മാറി കിട്ടും. സോ 1 - R സ്ക്വയർ അതിന്റെ സ്ക്വയർ, then +2 epsilon R അതിന്റെ സ്ക്വയർ. And what will be that ratio then? So this will be numerator will be square root of 1 + 2 epsilon R is equal to 1 ആണ്. അപ്പോൾ 2 epsilon അല്ലെങ്കിൽ 4 epsilon സ്ക്വയർ എന്ന് എഴുതാം, അല്ലെങ്കിൽ 2 epsilon എന്ന് തന്നെ ഇട്ടിട്ട് അതിന്റെ സ്ക്വയർ എന്ന് ഇട്ടാൽ മതി. ദെൻ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ ആദ്യത്തെ പാർട്ട് 0 ആയിട്ട് പോകും, രണ്ടാമത്തെ പാർട്ട് അറിയാമല്ലോ നമ്മൾ നേരത്തെ സിംപ്ലിഫൈ ചെയ്തു. ന്യൂമറേറ്റർ മേളിലുണ്ട്, അത് കംപ്ലീറ്റ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തതാണ്. R is equal to 1. R is equal resonance. At resonance അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. അത് എപ്പോഴും ഒരു കൺഫ്യൂഷൻ, അതുകൊണ്ടാണ് ഇന്ന് ഞാനിപ്പോ റേഡിയസ് എന്ന് ഇടാൻ പറഞ്ഞ പോലെ. സോ R is equal to 1 അറ്റ് റെസൊണൻസ്. ആംപ്ലിറ്റ്യൂഡ് റേഷ്യോ ആണ്. അപ്പം അതൊന്ന് ഓർത്തിരിക്കണം. എപ്പോഴും കൺഫ്യൂഷൻ ഒക്കെ വരും, റേഡിയസ് ഓർ റൊട്ടേഷൻ എന്ന്. അതുകൊണ്ടാണ് ഞാനത് ME⍵² എക്സെൻട്രിക് റേഡിയസ് എന്നൊക്കെ എഴുതിയത്, അൺബാലൻസ്ഡ് ഫോഴ്സ് എഴുതിയപ്പോൾ. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. സോ R is equal to ω/ω and that is equal to 1 at resonance condition എന്നുള്ളത് ഓർക്കണം. അപ്പൊ എന്ത് വരുമെന്ന് വെച്ചാൽ ഡിനോമിനേറ്ററിൽ ഇതെല്ലാം വർക്ക്ഔട്ട്, ആദ്യത്തേക്ക് 0 വരും. സോ ദിസ് വിൽ ബിക്കം 2 epsilon എന്നിങ്ങനെ വരും. സോ ദിസ് ഇസ് ദ വാല്യൂ. ചില ന്യൂമറിക്കൽ പ്രോബ്ലത്തിൽ TR അറ്റ് റെസൊണൻസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ ആ സമയത്ത് ഇതങ്ങ് യൂസ് ചെയ്തേക്കണം. സോ TR അറ്റ് റെസൊണൻസ് ആൻഡ് മാഗ്നിഫിക്കേഷൻ റേഷ്യോ അറ്റ് റെസൊണൻസ്. ഇനി ഒരു കാര്യം കൂടെ, ചില പ്രോബ്ലംസിലൊക്കെ നമ്മളെ ശല്യപ്പെടുത്തും. എന്താന്ന് വെച്ചാൽ ഇതിൽ ഡാമ്പിങ് ഇല്ല എങ്കിൽ, സോ ഫോഴ്സ്ഡ് വൈബ്രേഷൻ വിതൗട്ട് ഡാമ്പിങ്. അപ്പം അതുകൂടെ നമുക്ക് പെട്ടെന്നൊന്ന് പറഞ്ഞേക്കാം ഞാൻ. ഫോഴ്സ്ഡ് വൈബ്രേഷൻ, അപ്പൊ ആ കേസ് ആണെങ്കിൽ ആദ്യത്തെ പ്രോബ്ലം ഒക്കെ നമുക്ക് പറയാൻ പറ്റും. ഫോഴ്സ്ഡ് വൈബ്രേഷൻ without damping or damping effect is reduced to 0 without damping. So that is epsilon is equal to 0. Damping ratio or damping factor C/Cc that is equal to 0. So in that case undamped forced vibration എന്നുള്ള ലെവലിലോട്ട് എത്തും. അപ്പോൾ ആ സമയത്ത് so what is the value of what will be the value of amplitude x? നമ്മൾ എന്തോ എഴുതി വെച്ചിരിക്കുന്നത് F0/K. ഇതൊക്കെ ഒന്ന് പരിചയപ്പെടണേ. F0/K that is the zero frequency deflection divided by ആ ബ്രാക്കറ്റിലെ സാധനം. അപ്പൊ അത് കംപ്ലീറ്റ് എന്തായി മാറും എന്നുള്ള നമ്മൾ അറിഞ്ഞാൽ മതി. സോ ദാറ്റ് ഈസ് 1 - R², അതിനൊന്നും മാറ്റമില്ല. സോ 1 - R² ഹോൾ സ്ക്വയർ ദെൻ പ്ലസ് രണ്ടാമത്തെ പാർട്ട് ദാറ്റ് വിൽ വാനിഷ്, കാരണം എപ്സിലോൺ ഇസ് ഈക്വൽ ടു 0. സോ എപ്സിലോൺ എന്നുള്ളത് ഇപ്പൊ നമുക്ക് 0 ആണ്. സോ നോ ഡാമ്പിങ്. ഓക്കെ, സോ ഇൻ ദാറ്റ് കേസ് എന്തായിട്ട് മാറും? എക്സ് ഇസ് ഈക്വൽ ടു എന്താ വരുന്നത്? റിലേഷൻ വിൽ ബി വെരി സിമ്പിൾ. സീറോ ഫ്രീക്വൻസി ഡിഫ്ലക്ഷൻ ദാറ്റ് ഈസ് F0/K then divided by root of 1 - R² whole square. അതിന്റെ റാഡിക്കൽ അത് എടുക്കുമ്പോൾ ഇത് തന്നെ കിട്ടും. എന്ത് കിട്ടും? 1 - R² എന്ന് തന്നെ കിട്ടും. ആൻഡ് ഇൻ ദിസ് കേസ് അപ്പോൾ ഒന്നിൽ സോ വി ക്യാൻ മേക്ക് യൂസ് ഓഫ് ദിസ് ഇക്വേഷൻ ദാറ്റ് ഈസ് ദി ഡൈനാമിക് ആംപ്ലിറ്റ്യൂഡ് എന്ന് വെച്ചാൽ ഉണ്ടാകുന്ന ഫോഴ്സ്ഡ് വൈബ്രേഷന്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഇതാണ്. ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ആണെങ്കിൽ ω/T sin ω/T - ϕ എന്നും കൂടെ ന്യൂമറേറ്ററിൽ ഉണ്ടാവണം F0/K otherwise this is it. And what is MF? Magnification factor in that case. Appo adinna magnification factor, if no damping is present then MF is equal to എന്തായിട്ട് വരും? MF എന്ന് പറയുന്നത് എന്താ? x by x0
സോ ഇറ്റ് വിൽ ബിക്കം വെരി സിമ്പിൾ. അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വന്നാൽ ഉടനെ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം നിങ്ങൾ. 1 മൈനസ് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. കാരണം വേർ യുവർ x0 ഈസ് എ സീറോ ഫ്രീക്വൻസി ഡിഫ്ലക്ഷൻ. വാട്ട് ഈസ് ദാറ്റ്? f0 by k. f0 in the amplitude or maximum value of the unbalanced or impressed force that is causing the forced vibration. A machine part having a mass of 2.5 kg vibrations in viscous medium, machine part ആണ്, harmonic excitation force 40 Newton acts on the parts and causes a resonant amplitude. See, that's very important. See the resonant amplitude of 14 mm എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. resonant amplitude എന്നുള്ളത് എടുത്ത് നോട്ട് ചെയ്തേക്കണം. Here the resonant amplitude ഇങ്ങനെ പറയുമ്പോൾ ഒരുപക്ഷെ ഞാനത് പറഞ്ഞത് നന്നായി. സോ റെസണന്റ് ആംപ്ലിറ്റ്യൂഡ് മീൻസ് ദിസ് ഈസ് ദ ഡൈനാമിക് ആംപ്ലിറ്റ്യൂഡ്, മാക്സിമം വാല്യൂ, ഡൈനാമിക് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ അറ്റ് റെസൊണൻസ് കണ്ടീഷൻ. ഇനി എന്താ റെസൊണൻസ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ? റെസൊണൻസ് കണ്ടീഷൻ, സോ ദാറ്റ് മീൻസ് അറ്റ് r is equal to 1 അങ്ങനെയൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. omega by omega n is equal to 1. That is when omega is equal to omega n, when the system vibrates at a frequency equal to the natural frequency of free undamped vibrating system. So dynamic amplitude at resonance, ഇത് നമുക്ക് അറിയാവുന്ന കേസ്. അപ്പൊ എന്താ റെസണന്റ് ആംപ്ലിറ്റ്യൂഡ്? അപ്പൊ എന്തെന്ന് വരും? നമ്മുടെ ഇക്വേഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് റീകളക്ട് ചെയ്ത് നോക്കിയേ. x by ഇപ്പൊ നമ്മളിപ്പം എഴുതിയത് x is equal to x at resonance ആണ് എനിക്ക് വേണ്ടത്. And that is ഇപ്പൊ എഴുതിയതേ ഉള്ളൂ. So x at resonance is equal to, the equation will be f0 divided by k, that is zero frequency deflection divided by denominator ഉള്ള കുറേ അതെ എന്നുള്ളതൊക്കെ നമുക്ക് പോയി. പക്ഷെ അത് ഡാമ്പിങ്, പക്ഷെ when damping is present ആണ്, അതുകൂടെ പറയാം. So when damping is present, ഇവിടെ വിത്തൗട്ട് ഡാമ്പിംഗ് ആണ് ഞാൻ അവസാനം എഴുതിയത്. So when damping is present, f0 by k divided by 2 epsilon, ഇതൊക്കെ ഒന്ന് അറിയണം. ഡിവൈഡഡ് ബൈ വളരെ എളുപ്പമാണ് 2 എപ്സിലോൺ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന പാർട്ടുകളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കണേ. ദാറ്റ് ഈസ് റെസൊണന്റ് ആംപ്ലിറ്റ്യൂഡ്, ദാറ്റ് ഈസ് ഗിവൺ. ഇത് നമുക്ക് തന്നിട്ടുണ്ട്. ദിസ് ഈസ് ജസ്റ്റ് എത്രയത്? 14 millimeters ആണ്. വിൽ കൺവേർട്ട് ഡെഫിനറ്റ്ലി വിത്ത് എ പീരീഡ് ഓഫ് 0.22 സെക്കൻഡ്. ആൻഡ് അറ്റ് ദിസ് ടൈം ഇതിന്റെ പീരീഡ് മീൻസ് വാട്ട്? ടൈം പീരീഡ്. സോ ടൈം പീരീഡ് ഗിവൺ എന്താണ്? ടൈം പീരീഡ് is equal to time period t is equal to എത്രയത്? ദാറ്റ് ഈസ് 0. ഒരു ഫോഴ്സ്ഡ് ഓസിലേഷൻ ഈ റെസൊണൻസ് കണ്ടീഷനിൽ എടുക്കുന്ന സമയം, കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം 0.22 സെക്കൻഡ്. ഓക്കെ, സോ ഇൻ ദാറ്റ് കേസ് t is equal to this. t എന്ന് പറയുന്നത് എന്താ? 2 by omega. അല്ലെങ്കിൽ ഫ്രീക്വൻസി f ആണ് വേണ്ടതെങ്കിൽ ഇതിന് നേരിട്ട് തിരിച്ച് 1 by t എന്നുള്ളത്, അതായത് അതാണെങ്കിൽ ω/2π. ഇങ്ങനെയൊക്കെ ഒന്ന് ഓർത്തിരിക്കണം. ഇതാണ് നമുക്ക് വേണ്ട നോളേജ്. അത്രേ ഉള്ളൂ കേട്ടോ. ഇവിടെ നിന്ന് ഇപ്പോൾ അതേ ഒമേഗ വർക്ക്ഔട്ട് ചെയ്യുകയാണ്. സോ ഇറ്റ്സ് സോ സിമ്പിൾ. ടൈം പീരീഡ് ഈസ് ഗിവൺ, ദാറ്റ് ഈസ് t is equal to say 0.22 and that is 2π by omega is equal to 0.22 seconds ആണ് മനസ്സിലാക്കണം. Okay, and that is omega is equal to, you can easily find out, omega is 2π divided by 0.22 എന്ന് കിട്ടും. അപ്പോൾ ഒരു വാല്യൂ കിട്ടും. ദാറ്റ് മച്ച് റേഡിയൻ പെർ സെക്കൻഡ്. എത്ര? 28.559. അതൊക്കെ അടുത്ത ഡിജിറ്റ് ഒക്കെ നോക്കി റൗണ്ട് ചെയ്യണേ. അപ്പോൾ 9 കഴിഞ്ഞ് 5 കൂടുതലാണെങ്കിൽ നെക്സ്റ്റ് 28.56 എന്നൊക്കെ ആക്കാൻ മടിക്കണ്ട. ഓക്കെ, സോ എനിവേ, സോ ലൈക്ക് ദാറ്റ് യു ക്യാൻ ഡു ദാറ്റ്. ഇപ്പം ഞാൻ അതിലൊന്നും ഇന്റർഫിയർ ചെയ്യുന്നില്ല. സോ ഒമേഗ കിട്ടി. ഒമേഗ എൻ ഇത് തന്നെയാണ്. ഒമേഗ എൻ ഇസ് ഈക്വൽ ടു ഒമേഗ, നമുക്കറിയാമല്ലോ, അറ്റ് റെസൊണൻസ്. അത് നമുക്ക് തന്നിട്ടുണ്ട്. ആ സമയത്തുള്ള ആംപ്ലിറ്റ്യൂഡ് ആണ് തന്നിരിക്കുന്നത്. അല്ലാത്തതാണ് നമുക്ക് വേറെ വാല്യൂ ചെയ്യുന്നത്. ഒമേഗ എൻ ഇസ് ഈക്വൽ ടു ഒമേഗ. സോ ഒമേഗ എൻ ഈസ് ഓൾസോ 28.559 ആൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് k/m. ഇതൊക്കെ നമുക്കറിയാം. അപ്പൊ എന്താണ് ഇനി നമ്മൾ ബാക്കി ക്വസ്റ്റ്യൻ വായിച്ചില്ലെന്നുള്ള സത്യം. ഫൈൻഡ് ദ ഡാമ്പിംഗ് കോയിഫിഷ്യന്റ് വേണം നമുക്ക് അത് കണ്ടുപിടിക്കാം. ഡാമ്പിംഗ് കോയിഫിഷ്യന്റ് വേണം. അപ്പൊ നമുക്കിപ്പോൾ റൂട്ട് ഓഫ് k/m, ഒമേഗ എന്നിന്റെ വാല്യൂ, ഒമേഗ എൻ ഒക്കെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കി നമുക്ക് ഈ ഫോഴ്സിന്റെ ഇതിലേക്ക് നമുക്കൊന്നുകൂടെ നോക്കാം. ബാക്കിയുള്ള കണ്ടന്റ് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഹാർമോണിക് എക്സൈറ്റിംഗ് ഫോഴ്സ്. ഹാർമോണിക്, ഞാനത് എഴുതാം. എന്താണത്? ഹാർമോണിക് എക്സൈറ്റിംഗ് ഫോഴ്സ്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് തന്നെ. ഹാർമോണിക് പീരിയോഡിക്, ഹാർമോണിക് എക്സൈറ്റിംഗ് ഫോഴ്സ് ഓഫ് 40 ന്യൂട്ടൺ അങ്ങനെയാണ് തന്നിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് അതിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ്. ഹാർമോണിക് എക്സൈറ്റിംഗ് ഫോഴ്സ് 40 ന്യൂട്ടൺ ആക്സ് 40 ന്യൂട്ടൺ.
that is actually causing this forced vibrations, 40 Newton, and take it as the amplitude of F0, amplitude. So F0, so that is the force causing, the periodic force causing this kind of forced oscillations. പക്ഷേ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എങ്ങനെ മനസ്സിലായി? അതിനെ ഇപ്പൊ പീരിയോഡിക് ആണ്, അപ്പൊ അല്ലെങ്കിൽ ഒമേഗ സൈൻ ഒമേഗ ടി മൈനസ് 5, അതാണ് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് ദാറ്റ് ഫോഴ്സ്. എഫ് ഇസ് ഈക്വൽ ടു F0 സൈൻ ഒമേഗ ടി മൈനസ് 5 അതിന് വേണ്ട, ഫോഴ്സിന് വേണ്ട. ഫോഴ്സിന് എഫ് ഇസ് ഈക്വൽ ടു F0 സൈൻ ഒമേഗ ടി എന്ന് മതി. ഡിസ്പ്ലേസ്മെന്റ് എഴുതുമ്പോഴാണ് സ്മോൾ എക്സ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എക്സ് ഇൻടു സൈൻ ഒമേഗ ടി മൈനസ് 5. ആ ക്യാപിറ്റൽ എക്സിനാണ് നമ്മൾ ആ ലോങ് എക്സ്പ്രഷൻ F0 ബൈ കെ ഡിവൈഡഡ് ബൈ അണ്ടർ റൂട്ട് ഓഫ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതിയത്. ഓക്കെ, അതൊക്കെ ഒന്ന് ഓർത്തിരിക്കണം. ഇപ്പൊ F0 ഇതായിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾക്ക് ഇവിടെ എഴുതാൻ പറ്റുന്നത് കെ എന്നുള്ളത് ഓക്കെ നമുക്കറിയാം. കെ ഇൻ ദിസ് കേസ് അല്ലല്ല, കെ എന്ന് നമുക്കറിയില്ല എന്ന് തോന്നുന്നു. ഓക്കെ, സോ അതൊന്നും നമുക്കില്ല. അപ്പൊ അതിന്റെ ഡാമ്പിംഗ് കോയിഫിഷ്യന്റ് അല്ലേ വേണ്ടത്? ഡാമ്പിംഗ് കോയിഫിഷ്യന്റ് എന്ന് പറയുന്നത് അതെ, ഡാമ്പിംഗ് കോയിഫിഷ്യന്റ് എന്ന് പറയുന്നത് സി ആണ്. പക്ഷെ നമുക്ക് അതിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ വേണ്ടത് സി ബൈ സി സി എന്നുള്ളത് നമുക്ക്, അതാണ് എപ്സിലോൺ. അപ്പൊ എപ്സിലോൺ വേണം നമുക്ക്. സോ എപ്സിലോൺ കിട്ടിയാലാണ് നമുക്ക്, അപ്പൊ സി ഈസ് ഈക്വൽ ടു ഇങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. സി ഈസ് ഈക്വൽ ടു എപ്സിലോൺ ഇൻറ്റു സി സി എന്നുള്ളത്. അപ്പൊ എപ്സിലോൺ കിട്ടണം. ആൻഡ് സി സി ക്രിട്ടിക്കൽ വാല്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം 2m ഒമേഗ എൻ. ഒമേഗ എൻ ഇപ്പോൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ആയിരിക്കും നമ്മൾക്കിപ്പം ഇനി സി സി എന്നുള്ളത് ഇതാണ്. ഒമേഗ എൻ കിട്ടിയിട്ടുണ്ട്. ആൻഡ് ദ മാസ് ഈസ് അവൈലബിൾ വൈബ്രേറ്റിംഗ് സിസ്റ്റം 2.5. സോ എം ഇസ് ഈക്വൽ ടു സി ദിസ്, എം ഇസ് ഈക്വൽ ടു, കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് ഇനി പോവും, 2.5 kg. എം ഇസ് ഈക്വൽ ടു 2.5 kg. ആൻഡ് ക്യാപിറ്റൽ എം എന്ന് ഇടേണ്ട, കാരണം അൺബാലൻസും അങ്ങനെയുള്ള കേസ് ഇല്ലാത്തത് കൊണ്ട് ഇതാണ്. അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് ഒക്കെ ആണെങ്കിൽ മെഷീൻ്റെ ഒക്കെ ക്യാപിറ്റൽ എം എന്ന് ഇടുന്നത് സേഫ് ആയിരിക്കും നമ്മൾ. Okay, so m is equal to 2.5 and omega n is available. This 28 point, this one, that much radian per second. അപ്പോൾ നമുക്ക് സി സിയുടെ കിട്ടും. Then epsilon, the epsilon value, അത് കിട്ടാൻ വേണ്ടി നമ്മൾ ഇതിലോട്ട് ഡിപ്പെൻഡ് ചെയ്യാം കേട്ടോ. നമ്മൾ ഇപ്പോഴും യൂസ് ചെയ്യാത്തൊരു എക്സ്പ്രഷൻ ഇവിടെ കിടപ്പുണ്ട്. ഇതാ റെസൊണന്റ് ആംപ്ലിറ്റ്യൂഡ്. See, that is given. Resonant amplitude is given. നമുക്ക് when damping is present എന്നുള്ള കേസിൽ, see at resonance, this is the value. See this, ഈ എക്സ്പ്രഷൻ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല ഇതുവരെ. See, if F0 by K by 2 epsilon is equal to 14 mm and F0 is available. See this, now it's very simple. കാരണം എന്താ വെച്ചാൽ F0 എന്നുള്ളത് 40 ന്യൂട്ടൺ ആംപ്ലിറ്റ്യൂഡ് ആണ്. ആൻഡ് നമുക്ക് ഇതിലെ വേണ്ട വാല്യൂ F0 by K is equal to F0 by K divided by this capital X. Okay, so capital X is equal to എന്താണ് F0 by K divided by what? Divided by 2 epsilon. Okay, so this is 2 epsilon, this is expression. And at the same time നമ്മൾ കണ്ടുപിടിക്കാത്തൊരു കാര്യമുണ്ട്. നമുക്ക് root of k by m is equal to omega n square. Okay, root of k by m ആണിത്. അപ്പോൾ k ഒന്ന് കണ്ടുപിടിച്ചേക്കാം. k is equal to m omega n square and m is equal to 2.5 multiplied by omega n is your 28.559. Okay, അതിന്റെ സ്ക്വയർ എടുക്കാൻ മറക്കരുത്. സോ യു വിൽ ഗെറ്റ് ദ സ്റ്റിഫ്നെസ് വാല്യൂ ഇൻ ദിസ് ക്വസ്റ്റ്യൻ ആൻഡ് ഫെയർലി എ ലാർജ് വാല്യൂ, ദാറ്റ് മച്ച് ന്യൂട്ടൺ പെർ മീറ്റർ. എത്ര വാല്യൂ? 2039.041. 2039.041. അടുത്തതൊക്കെ റൗണ്ട് ചെയ്യണം. അപ്പോൾ അതൊക്കെ ചെയ്തേക്കണം. ഓക്കെ, സോ ഇമ്പോർട്ടൻ്റ് ആണ് അതൊക്കെ. സോ കെ ഈസ് ഈക്വൽ ടു ദിസ്. അപ്പോൾ എനിക്കിപ്പോൾ ഇതിൽ നിന്ന് ഡൈനാമിക് ആംപ്ലിറ്റ്യൂഡ് ദിസ് ഈസ് ഗിവൺ ആൻഡ് ദിസ് വാല്യൂ ഈസ് ഗിവൺ ആസ് 14 mm ആണ്. ഞാനത് മാറ്റാം. സോ ഇറ്റ് ഈസ് F0 by K. ഇപ്പം ഇതിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ F0 ഡിവൈഡഡ് ബൈ K. ഞാൻ സ്ട്രേറ്റ് ഇതായിട്ട് എഴുതുകയാണ്. സോ ഇറ്റ് ഈസ് 1/2 epsilon ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്നുള്ളത്, ദാറ്റ് ഈസ് ഈക്വൽ ടു 14 ഡിവൈഡഡ് ബൈ 1000 ഇൻ മീറ്റേഴ്സ്. മീറ്റേഴ്സിൽ വേണ്ട SI യൂണിറ്റ് ആണ്. സോ 0. സോ ദിസ് ഐ കൺവേർട്ടഡ് ഇൻ നൗ മീറ്റേഴ്സ്. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് വേണ്ടത് ഈ വാല്യൂ മാത്രമാണ്. അതായത് ഏതാണ് 2 epsilon, എപ്സിലോൺ ആണ് നമുക്ക് വേണ്ടത്. ബാക്കി എല്ലാം അവൈലബിൾ ആണ്. സോ വാട്ട് ഈസ് റിക്വയർഡ് ഈസ്, ഇപ്പം ഞാനിപ്പം എപ്സിലോൺ മാത്രം റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ കിട്ടുന്നത് F0 ഡിവൈഡഡ് ബൈ ആ ഡിനോമിനേറ്ററിലായിരിക്കും ഈ 0.014 ഒക്കെ വരുന്നത്. അത്രയും മീറ്റർ ആണ്. ദെൻ അതുപോലെ K ഓൾസോ വിൽ ബി ഇൻ ദ ഡിനോമിനേറ്റർ. ദെൻ ഓൾസോ ആ 2ന്റെ പ്രസൻസും ആ ഡിനോമിനേറ്ററിൽ ഉണ്ടാകും × 2. ഓക്കെ, സോ ഇത്രയും വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്സിലോൺ കിട്ടും. സോ എപ്സിലോൺ ഇസ് ഈക്വൽ ടു F0 ഈസ് 40 divided by 40 Newton and that divided by ബാക്കി ഉള്ള കാര്യങ്ങളൊക്കെ F0 is 40. So 40 divided by 0.014, that is dynamic amplitude, then into 2 into K value 2039.041. എത്ര വരും?
06. 0.7006. വീണ്ടും ഓക്കെ 06. ഓക്കെ നൗ വാട്ട് നെക്സ്റ്റ് ഈസ് വെരി സിമ്പിൾ. ഇനിയിപ്പോൾ ബാക്കിയെല്ലാം നമ്മൾ ഇറ്റ്സ് വെരി ഹാൻഡി. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നാണ് എടുക്കുന്നത്. സോ ദിസ് ഇസ് ദ ഇക്വേഷൻ. എപ്സിലോൺ ഇൻറ്റു സി സി ഇതാണ് വേണ്ടത്. സോ എപ്സിലോൺ ഇൻറ്റു സി സി ഈസ് വാട്ട് 2m ഒമേഗ എൻ. അപ്പോൾ ഇതാണ് നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത്. ഡാമ്പിംഗ് കോയിഫിഷ്യന്റ് വേണം എനിക്ക്. സോ ഡാമ്പിംഗ് കോയിഫിഷ്യന്റ് ഈ സി ഈസ് ഈക്വൽ ടു സി ബൈ സി സി. അപ്പോൾ നമുക്കിപ്പോൾ ഇനി ചെയ്യാൻ പോകുന്ന ഇത്രയേ ഉള്ളൂ. സി ബൈ സി സി എന്ന് പറയുന്നതാണ് എപ്സിലോൺ, വിച്ച് ഈസ് ഈക്വൽ ടു ദ വാല്യൂ വിച്ച് വി ഗോട്ട് നൗ, ദാറ്റ് ഈസ് as per your calculation is 0.7006. വലിയ ഡാമ്പിംഗ് ആണ്. C by CC epsilon is equal to 0. This thing, and C is equal to 0.7006 into CC, and where CC is equal to നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്തേക്കാം. 2m omega n 2 into 2.5 into omega n. omega n is നമ്മൾ ചെയ്തു 28.559 എങ്ങനെയാണെന്ന് തോന്നുന്നു. 28.559. 28.559, and if you work out you will get that much Newton 142.795 Newton second per meter. എത്ര അത് 142.795. okay, and this അപ്പോൾ ഇതിന്റെ കൂടെ ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് അത് that multiplied by 0.70 this one ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 7006. അപ്പോൾ മേ ബി 1 more 6 is there I think. നേരത്തെ നിങ്ങൾ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ so it is 142.795. അപ്പോൾ ഇതൊക്കെ വർക്കൗട്ട് ചെയ്യുക. 100.042 കിട്ടും. ആയിക്കോട്ടെ, ഡസൻ മാറ്റർ. സി ഈസ് ഈക്വൽ ടു ഡാമ്പിംഗ്, കാരണം പോയിന്റ്സ് ഇതിന്റെ 70% ഉണ്ടെന്നാ ഇതിന്റെ, അതായത് സി സി വാല്യൂവിന്റെ 70% എന്ന് പറഞ്ഞാൽ അതാണ് 0.7006 എന്ന് പറഞ്ഞാൽ 70% അല്ലേ, 70.06 അല്ലേ. അപ്പൊ ഡാമ്പിംഗ് വളരെ കൂടുതലാണ് ഈ കേസിൽ. സോ സി ക്രിട്ടിക്കൽ വാല്യൂവിന് അടുത്തെത്തി. 0.7 ആയില്ലേ, 1 ആയാൽ ക്രിട്ടിക്കലി ഡാംഡ്. സോ ഇറ്റ് ഈസ് അണ്ടർ ഡാംഡ് ബൈ some 30%. So C is equal to ഇപ്പോൾ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു എത്ര വന്ന് 100.042. But unit is important. Newton per meter per second. Newton divided by meter per second എന്നാണ്. അപ്പോൾ Newton second per meter എന്ന് എഴുതണം. യൂണിറ്റ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. And this is the answer to the first part. പക്ഷേ ഞാനത് സെക്കൻഡ് പാർട്ട് നിങ്ങൾക്ക് വേണ്ടി തരുന്നു. There is one more part so that you have to calculate. എന്താണെന്നറിയോ, if the frequency of exciting force is changed to 4 hertz. അപ്പൊ ഇപ്പോൾ ഉള്ള ഫ്രീക്വൻസി എത്രയാണ്? അത് ടൈം പീരീഡ് ഇവിടെ തന്നിട്ടുണ്ട്. നമ്മൾ അത് വർക്ക്ഔട്ട് ചെയ്തു, ഒമേഗ വർക്ക്ഔട്ട് ചെയ്തു. അതിന്റെ ഇപ്പൊ 1/Fn അത് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തില്ല. സി കേസിൽ എഫ് എടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഫ്രീക്വൻസി ഒന്ന് പെട്ടെന്ന് കണ്ടുപിടിച്ച് തരാമോ? 1 by ടൈം പീരീഡ് 0.22 എത്ര വരും? 1 by 0.22 എത്രയാ? 4.5454 ഓക്കെ 4.5454 അങ്ങനെ വരുന്നു. അപ്പോൾ അത്രയും ഹെർട്സ് സൈക്കിൾ പെർ സെക്കൻഡ് എന്ന് വെച്ചാൽ ഒരു സെക്കൻഡിൽ ഏതാണ്ട് 4.5 ഓസിലേഷൻ ഉണ്ടെന്നാ. ഒരു സെക്കൻഡിൽ 4.5 ടൈംസ് അത് ഓസിലേറ്റ് ചെയ്യുന്നു. ഇത് എണ്ണമാണ്. അപ്പൊ ഈ ഫ്രീക്വൻസി ഇപ്പൊ 4.5 ഹെർട്സ് ഇല്ലേ, ആ 4.5 ഹെർട്സിന്റെ സ്ഥാനത്ത് ഇറ്റ് ഈസ് ചേഞ്ച് ടു 4 ഹെർട്സ്. ഇപ്പൊ 4.5 ഹെർട്സ് നമുക്ക് മനസ്സിലായി വർക്ക്ഔട്ട് ചെയ്തപ്പോൾ. അപ്പൊ ഈ 4.5 ഹെർട്സിന്റെ സ്ഥാനത്ത് 4 ഹെർട്സ് ആണെങ്കിൽ, 4 ഹെർട്സ് എന്നുള്ളതാണെങ്കിൽ എത്ര ആയിരിക്കും? ഡിറ്റർമിൻ ദ ഇൻക്രീസ് ഇൻ ഇത് വിട്ടുപോയതായിരിക്കും, ഇൻക്രീസ് ഇൻ ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും. ഇപ്പോൾ ഉള്ള ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്? 14 mm അല്ലേ. അപ്പോൾ ഇത് ഡിറ്റർമിൻ ദ ഇൻക്രീസ് ഇൻ ആംപ്ലിറ്റ്യൂഡ് എന്ന് വിചാരിച്ചോ. ആംപ്ലിറ്റ്യൂഡ് ഡൈനാമിക് ആംപ്ലിറ്റ്യൂഡ് എക്സിന്റെ വാല്യൂ ഇൻ ദ റിമൂവൽ ഓഫ് ദ ഡാമ്പർ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പം ഡാമ്പർ മാറ്റുന്നു. അപ്പൊ ഡാമ്പർ മാറ്റിയാൽ വാട്ട് വിൽ ബി ദ ഇൻക്രീസ്? അപ്പൊ ഇവിടുത്തെ ഡാമ്പിംഗ് ഇഫക്റ്റ്, ഡാമ്പർ മാറ്റിയാൽ ജസ്റ്റ് തിങ്ക് ഓവർ ഇറ്റ് ആൻഡ് ദെൻ ഒന്ന് മനസ്സിരുത്തി ഒന്ന് ശ്രമിച്ചാൽ മതി. ഈ ഫ്രീക്വൻസി എന്നുള്ളതിനെ നമ്മൾ 4.545 ഹെർട്സ് ഉണ്ട് ഇപ്പോൾ, അതിനെ നമ്മൾ 4 ഹെർട്സ് ആയിട്ട് മാറ്റി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഇൻക്രീസ്? അല്ല സാറേ, നമുക്ക് എഫിന് 4 എന്നുള്ള ഒരു ചേഞ്ച് മാത്രമല്ലേ വരുന്നുള്ളൂ, ബാക്കി എല്ലാം സെയിം അല്ലേ പോകുന്നത്? വാട്ട് ഈസ് ദ ഇൻക്രീസ് ഇൻ വിട്ടുപോയതായിരിക്കാം എനിക്ക് തോന്നുന്നു. വാട്ട് ഈസ് ദ ഇൻക്രീസ് ഇൻ ദ ആംപ്ലിറ്റ്യൂഡ് ഇൻ ദ റിമൂവൽ ഓഫ് ദ ഡാമ്പർ? ആ ഡാമ്പർ പാർട്ട് നമ്മൾ ഒഴിവാക്കിയാൽ, ഇപ്പൊ ഡാമ്പിംഗ് ഒഴിവാക്കിയ, ഇപ്പൊ നമ്മൾ നേരത്തെ അൺഡാംഡ് ഞാൻ അവസാനം പറഞ്ഞില്ലേ, അൺഡാംഡ് എന്നൊക്കെ ഞാൻ ഇവിടെ ലാസ്റ്റ് പറഞ്ഞു. അതിന് വേണ്ടിയായിരുന്നു അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഞാൻ ഉണ്ടാക്കുകയായിരുന്നു. ഞാൻ ലാസ്റ്റ് പറഞ്ഞു ഇവിടെ ഡാമ്പിംഗ് ഇല്ലാതെ വരുന്ന കേസും. ഇത് മാഗ്നിഫിക്കേഷൻ ഫാക്ടറിന് വേണ്ടി പറഞ്ഞതാ. സോ this one x is equal to see this f0/k divided by 1 - r². If the frequencies of the exciting force is changed to 4 hertz, അത് എത്രയെന്നാണെന്ന് നമുക്ക് മനസ്സിലായി. കാരണം 4.5 ഹെർട്സ് 4.54 ആ ഒരു ലെവലിൽ 5454 ആ ലെവലിൽ ഹെർട്സ് ഇപ്പോഴുണ്ട്, അത്ര എണ്ണം ഉണ്ട്. അതിൽ നിന്ന് എത്ര ഇങ്ങനെ 4 ഹെർട്സ് ആക്കിയാൽ ഡിറ്റർമിൻ ദ ഇൻക്രീസ് ഇൻ ദ റിമൂവൽ ഓഫ് ഡാമ്പർ എന്നായി പോയി. ഡിറ്റർമിൻ ദ ഇൻക്രീസ് ഇൻ വാട്ട് എന്നുള്ളത് വിട്ടുപോയി. സോ പോസിബിളി എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു ആംപ്ലിറ്റ്യൂഡിനെ കുറിച്ച് പറഞ്ഞിരിക്കുക. അപ്പോൾ വാട്ട് ഈസ് ദ ഇൻക്രീസ് ഇൻ ദ ആംപ്ലിറ്റ്യൂഡ് ഇൻ ദ റിമൂവൽ ഓഫ് ദ ഡാമ്പർ?
ഇൻ ദ റിമൂവൽ ഓഫ് ദ ഡാമ്പർ മീൻസ് യുവർ ഡാമ്പർ ക്യാൻ, ഇപ്പൊ 2 കേസസ് ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ റെസൊണന്റ് അല്ലാത്ത ഒരു കണ്ടീഷനിൽ വാട്ട് വിൽ ബി ദ ആംപ്ലിറ്റ്യൂഡ്, റെസൊണന്റ് അല്ലാത്ത കണ്ടീഷനിൽ നൗ വി ആർ ഇൻ എ പൊസിഷൻ ടു ഫൈൻഡ് ദാറ്റ്. എന്തുകൊണ്ടെന്ന് അറിയോ? കാരണം നമുക്ക് ഒമേഗ എന്നിന്റെ വാല്യൂ അറിയാം. അപ്പൊ ഒമേഗ മാറിയെന്നേ ഉള്ളൂ. സോ പുതിയൊരു ഒമേഗ വന്നു, ഒമേഗ എൻ പഴയത് തന്നെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കാം ഇൻക്രീസ് ഇൻ ദി ആംപ്ലിറ്റ്യൂഡ്? പുതിയൊരു ഒമേഗ വരും, ഒമേഗ എൻ പഴയത് തന്നെ. നിങ്ങളുടെ ഒമേഗ എന്ന് പറയുന്നത് പുതിയതൊന്ന് വരും. എങ്ങനെ? ബിക്കോസ് ടൈം പീരീഡ് എന്ന് പറയുന്നത് മാറി, ഫ്രീക്വൻസി 4 ഹെർട്സ് ആയി. അപ്പം ഒമേഗ ഇസ് ഈക്വൽ ടു 2π ഇൻറ്റു 4 ഹെർട്സ്, അതായത് ഒമേഗ ഇസ് ഈക്വൽ ടു 2πf എന്നാ. അപ്പൊ പുതിയൊരു ഒമേഗ കിട്ടും. ആ ഒമേഗ വെച്ചുകൊണ്ട് ഒരു R കാൽക്കുലേറ്റ് ചെയ്യണം. എന്താണ്, എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? R ഇസ് ഈക്വൽ ടു ഒമേഗ ബൈ ഒമേഗ എൻ. ആ പുതിയ ആറിന്റെ വാല്യൂ എടുത്ത് ഇവിടെ ഇടണം, പുതിയ ആറിന്റെ വാല്യൂ. ആ പുതിയ ആറിന്റെ വാല്യൂ ഇട്ടിട്ട് ഡാമ്പിംഗ് ഇല്ലാതെ, അതാണ് ഡാമ്പിംഗ് ഇല്ലല്ലോ ഇവിടെ, ഡാമ്പിംഗ് ഇല്ലെങ്കിൽ വാട്ട് വിൽ ബി ദ ഇൻക്രീസ് ഇൻ എക്സ്, ഈ എക്സ് എന്ത് വരും എന്ന് കണ്ടുപിടിക്കണം. സോ എക്സ് ഇസ് ഈക്വൽ ടു f0 by k divided by 1 minus r square. Find the dynamic amplitude in the second case, which I put x dash എന്നിടാം. x dash is equal to എങ്ങനെ എടുക്കും? f0 divided by k divided by 1 minus r square. ഡാമ്പിംഗ് ഫാക്ടർ ഇവിടെ പോയി. ഓൺ റിമൂവൽ ഓഫ് ഡാമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് എത്രയാണ്? അത്രയും മീറ്റേഴ്സ് would be the increase in the amplitude on the removal of the damper, but with the new frequency of excitation. അത് 4 ഹെർട്സ് ആക്കണം. നേരത്തെ എത്ര ഉണ്ടായിരുന്നു വെച്ചാൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തപ്പോൾ 4.545 ആയിരുന്നു. അതിപ്പോൾ 4 ഹെർട്സ് ആയിട്ട് കുറച്ചു. ആ സമയത്ത് ആംപ്ലിറ്റ്യൂഡിൽ എന്ത് മാറ്റം വരും? പക്ഷെ ഡാമ്പിംഗ് കൺസിഡർ ചെയ്യേണ്ട. സോ ദ ഇക്വേഷൻ വിൽ ബിക്കം വെരി സിമ്പിൾ. എന്ന് വെച്ചാൽ രണ്ടാമത്തെ പാർട്ടിന് ഒരു ചെറിയ മാർക്കേ ഉണ്ടാവുള്ളൂ എന്നാണ് എന്റെ മീനിങ്. ഓക്കെ, സമയം എക്സീഡ് ചെയ്തു. ഓക്കെ, ഇറ്റ്സ് ടു മച്ച് ഐ തിങ്ക്. ഓക്കെ, താങ്ക് യു.